ഗലാത്യർ ലേഖനം 5:19 മുതൽ 26 വരെയുള്ള വാക്യമാണ്. അതിൽ 19 വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം സംസാരിക്കുവാൻ അടിയന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെ ഞാൻ ശാസിക്കുന്നു, സ്പർശിച്ച് മാറ്റുന്നു. അവിടുത്തെ രക്തത്താടിനെ കഴുകണം, ശുദ്ധീകരണം, ജ്ഞാനത്തിൽ കൃപയിൽ നൽകണം. അവിടുന്ന് ഏത് ആത്മാവിലാണ് എഴുതപ്പെട്ട അതേ ആത്മാവിൽ സംസാരിക്കേണ്ട വരുത്തണം. ഈ വചനങ്ങളുടെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെടുവാൻ ഈ ശബ്ദം കേൾക്കുന്ന മന്ന TV-യിലൂടെ കേൾക്കുന്ന ദൈവമക്കൾ, മീഡിയ ടുഡേയിൽ കേൾക്കുന്ന ദൈവമക്കൾ, ഇന്ന് യൂട്യൂബിൽ ചാനലിലൂടെ ലോകമെമ്പാടും കേൾക്കുന്ന സകലവരെയും ഇത് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. അവിടെ നിന്ന് കൂടെ അധ്യക്ഷനായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഗലാത്യ ലേഖനം 5:19 ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത് 2 ഘട്ടമാണ്. എയും ബിയും ഉണ്ട്. എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളുണ്ട്, ആത്മാവിൻ്റെ പ്രവൃത്തികളുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഇന്ന് നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അടുത്ത ആഴ്ച ദൈവകൃപയാൽ ആത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കും. ഇന്ന് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജഡത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആമേ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാമാണെന്ന് ഇവിടെ വായിച്ചു. എന്നാൽ ജഡത്തിൽ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എന്നാൽ ആത്മാവിൽ 18-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിൽ കീഴിലല്ല. എന്നാൽ ഇവിടെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ഒരു മനുഷ്യൻ്റെ ജഡമായിരിക്കുമ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ആമേ, നമ്മൾ ജഡമെന്ന് പറയുന്നത്, ആമേ, മരിച്ചു കഴിഞ്ഞാൽ ജഡമെന്ന് പറയും. ആമേ, നമ്മുടെ ശരീരത്തെ ജഡമെന്നാണ് പറയുന്നത്. ജഡമെന്ന് പറയുന്നതിൻ്റെ ഭാഷ ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന, ഗ്രീക്കിൽ സർക്കസ് എന്ന ആണ്. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതിയെ, ആമേ, ജീർണിച്ച അഭിലാഷങ്ങളോട് കൂടിയ പാപഘടകം, മാനസാന്തര ശേഷം വിശ്വാസികൾക്കുള്ളിൽ നിലനിൽക്കുന്ന ജഡം ഒരു മാരക ശത്രുവാണ്. ജഡത്തെക്കുറിച്ച് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ. ജഡത്തെക്കുറിച്ച് നമുക്കറിയാം. റോമർ ലേഖനം 8:6 വായിക്കാം. റോമർ 8:6. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജഡത്തിൻ്റെ ചിന്തയോ, ആമേ, മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്തയെന്ന് പറയുമ്പോൾ എപ്പോഴും ജഡത്തിൽ നിന്ന് ചിന്തിക്കുന്നതെല്ലാം മരണത്തിലേക്ക് പോകും. എപ്പോഴും ജഡം നമ്മളെ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ എന്ന് വെച്ചാൽ ദൈവഹിതമില്ലാത്ത ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങളെയാണ് കാണുന്നത്. അതിൻ്റെ 12 അനുഭവങ്ങൾ ജഡത്തിൽ കാണിക്കുന്നുണ്ട്. 12 അനുഭവങ്ങൾ. അതിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. 19-ാം വാക്യത്തിൽ പറയുന്ന ഏറ്റവും ജഡത്തിൻ്റെ പ്രവൃത്തികളായിരുന്ന ദുർനടപ്പ്. ദുർനടപ്പ്, ദൈവഹിതമില്ലാത്ത നടപ്പുകൾ, അനുസരണയില്ലാത്ത നടപ്പ്. ആമേ. ദൈവഹിതമിട്ടുള്ള വഴി വിട്ടുള്ള നടപ്പ് നമ്മൾ ദുർനടപ്പെന്ന് പറയും. അനുസരിക്കാൻ കഴിയാതെ, ആമേ, നമുക്ക് എന്താ ദൈവഹിതമില്ലാത്ത നടപ്പിനെയാണ് ദുർനടപ്പെന്ന്. ദൈവം പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എൻ്റെ വഴിയിലൂടെ നടക്കണമെന്ന് പറഞ്ഞു, അല്ലേ? ദൈവത്തിൻ്റെ വഴിയിൽ കയറാതെ ദൈവത്തെ വിട്ട് ദൈവമേ, കർത്താവായ ദൈവത്തെ വിട്ട് കൽപ്പനയുടെ കുഞ്ഞുങ്ങൾ 10 കൽപ്പന പറഞ്ഞു. ആമേ. 10 കൽപ്പന നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഇന്ന് വലിയവനല്ല ചെറിയവനല്ല, യാതൊരു ജാതി മതത്തിനും വ്യത്യാസമല്ല. ആമേ. ഹിന്ദു എന്നല്ല, ക്രിസ്ത്യാനില്ല, മുസ്ലിം ഇല്ല, അത് ബന്ധുക്കോസല്ല, CSA കാരല്ല, കത്തോലിക്കല്ല, എല്ലാവർക്കും ഒരേ ന്യായ പ്രമാണമേ ഉള്ളൂ. 10 കൽപ്പന. ആമേ. ഹല്ലേലൂയ. എല്ലാവർക്കും 10 കൽപ്പന. അല്ല CSA കാരന് പ്രത്യേക കൽപ്പന,
അല്ല റോമക്കാർക്ക് പ്രത്യേകം കൽപ്പന, അല്ലെങ്കിൽ വേറെ വിഭാഗക്കാർക്ക് 10 കൽപ്പന, ബന്ധിക്കോസാറിന് 10 കൽപ്പന ഇല്ല. ഈ ദൈവം ഒരുവനായതുകൊണ്ട്, ദൈവം എല്ലാത്തിനും ഒരുവനായതുകൊണ്ട് 10 കൽപ്പന നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇന്ന് 10 കൽപ്പന കുഞ്ഞുങ്ങൾ പറഞ്ഞപ്പോൾ ഇത് നമുക്ക് എന്താണ്, മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു? ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിലല്ലാതെ നടക്കുന്ന ദുർനടപ്പുകൾ. അടുത്ത് പറയുന്നു അശുദ്ധി. ഒരിക്കലും അശുദ്ധി, എൻ്റെ ദൈവം അശുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല, വിശുദ്ധിയിൽ ജഡം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന് ദുർനടപ്പ്, അടുത്ത അശുദ്ധി. കാര്യമാണ്, നിന്റെ ഹൃദയം ശുദ്ധീകരിച്ചില്ല എങ്കിൽ അശുദ്ധിയാണ്. എന്താണ്? എപ്പോഴും ഇരുന്നുണ്ട് വേണ്ടാത്ത ചിന്ത. ഞാൻ എപ്പോഴും പോസിറ്റീവ് പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടേ പറയുള്ളൂ. അശുദ്ധമായ തിരിച്ച് ഇത് എനിക്കിട്ട് തന്നെയാണ്, ഇത് എനിക്ക് തന്നെയാണ്. അശുദ്ധമായ ചിന്ത. എൻ്റെ ദൈവം അശുദ്ധിയിൽ പ്രവർത്തിക്കത്തില്ല, വിശുദ്ധിയിൽ പ്രവർത്തിക്കും. കാര്യം എന്താണ്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യമാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഒന്ന്, അശുദ്ധിയിൽ ദൈവം ഇറങ്ങുമെന്ന് കേട്ട ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾ എത്ര സോപ്പിട്ട് കുളിച്ചാലും, എത്ര കൂടിയ പിയേഴ്സ് സോപ്പിട്ട് നിങ്ങൾ ദേഹം തുടച്ചാലും, നിങ്ങൾ കുളിച്ചാലും ഒരിക്കലും നിങ്ങൾ അഴുക്ക് മാറത്തില്ല. ദൈവമക്കളെ, നിന്റെ ഹൃദയത്തിനകത്ത് കഴുകാതെ വണ്ണം, നിന്റെ ഹൃദയത്തെ വെടുപ്പാവാതെ വണ്ണം ഒരിക്കലും അശുദ്ധമാകത്തില്ല. നീ മാനസാന്തരപ്പെടാതെ ഒരിക്കലും നിനക്ക് ശുദ്ധമാകാൻ പറ്റത്തില്ല. എപ്പോഴും അശുദ്ധ മനസ്സിൽ അശുദ്ധ മാത്രമേ ചിന്തിക്കുള്ളൂ. മാനസാന്തരപ്പെടാത്ത വ്യക്തി എപ്പോഴും അശുദ്ധവാക്കേ പറയത്തുള്ളൂ. കാരണം എന്താണ്? അവൾ മാനസാന്തരപ്പെട്ടില്ല, അശുദ്ധമായത്. നമ്മൾ എന്തെങ്കിലും പോസിറ്റീവ് പറയുമ്പോൾ നെഗറ്റീവായി പറയുന്ന ചിന്തകളെ പറഞ്ഞ് അങ്ങനെയല്ല, ഇങ്ങനെയാണടി, അപ്പി ഇങ്ങനെയാണടി, അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് അശുദ്ധമായ ചിന്തകൾ, ദൈവ വചനത്തെ തെറ്റിക്കുന്ന രീതിയിൽ, ദൈവത്തിന് എതിരായിട്ട് നമ്മളൊന്നും ഇങ്ങനെയൊന്നും പൊയ്ക്കും. നമുക്ക് അറിഞ്ഞൂടെ, നമുക്ക് ആരൊക്കെ അറിഞ്ഞൂടെ, ഇങ്ങനെയൊക്കെയല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അങ്ങനെ ഇങ്ങനെയും പറഞ്ഞ് 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 നീ അശുദ്ധമായിക്കൊണ്ടിരിക്കുക. അശുദ്ധം എന്ന് പറഞ്ഞാൽ നാറ്റം വെച്ചെടുത്ത് ദൈവം ജഡം ചെയ്യുന്ന ഒരു കാര്യമാണ്. നിന്നെ നാറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അശുദ്ധം നിന്നെ നാറ്റിച്ച് 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 മനുഷ്യന്റെ മുമ്പിൽ മൂക്ക് പൊത്തുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. അശുദ്ധം. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തിയാ. രണ്ടാമെന്ന് പറഞ്ഞു അശുദ്ധമായ കാര്യം. അടുത്ത ദുഷ്കാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഷ്കാമത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. എങ്ങനെയാ? ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. ദുഷ്കാമം ദൈവഹിതമില്ലാത്തത് ആമേ നമുക്ക് വേണ്ട. ദൈവഹിതമില്ലാത്തത് വേണ്ട. ദൈവഹിതമില്ലാത്ത ചിന്തകൾ, ദൈവഹിതമില്ലാത്ത നമ്മുടെ ശരീരം ചിന്തിക്കുന്നതാണ് ദുഷ്കാമ. ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത നമ്മൾ ചിന്തിക്കുമ്പോൾ ദുഷ്കാമമായി മാറും. അതിനെ നമ്മൾ പറയണം, ഇല്ല, എൻ്റെ ശരീരം ഞാൻ, പൗലോസ് പറഞ്ഞ, പ്രാർത്ഥിച്ച് 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 ഞാൻ ബന്ധിച്ചിരിക്കുന്നു, ഞാൻ ഉപവസിച്ച് ബന്ധിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് അടുത്ത പറയുന്നത്. ആമേ, ദുഷ്കാമം. അടുത്ത പറയുന്നു വിഗ്രഹാരാധന. ജഡം ചെയ്യുന്നൊരു ഏറ്റവും വലിയ അടുത്ത പറയുന്നത് വിഗ്രഹാരാധന. ഇന്ന് വിഗ്രഹാരാധന പറയുമ്പോൾ എന്നെ പലരും ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കും. ഒരാൾ ഹരിപ്പാടെന്ന് വിളിച്ചു, ഒരാൾ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു. രണ്ടുപേർത്തും ഞാൻ പെട്ടെന്ന് ചോദിച്ചു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വലിയൊരു വിഗ്രഹമുണ്ട്. നല്ല കാര്യം. അടുത്ത ആൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കൊന്തമാല ഇട്ടിട്ടുണ്ട്, അടുത്ത ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ രണ്ട് പാർട്ടികൾ, ഒരു പാർട്ടി പിന്നെ ഫോൺ വിളിച്ചെടുക്കുകയില്ല. അപ്പോൾ വിഗ്രഹ ആരാധന ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. മനസ്സിലാക്കണം. ജഡം ചെയ്യിക്കുന്നൊരു കാര്യം, വിഗ്രഹാരാധന ആര് ആരാധിച്ചാലും അത് പാപമാണ്. ജഡം കൊണ്ട് ചെയ്യുന്നത് മനസ്സിലാക്കണം. നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവർക്കറിയില്ല, അവർ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ചെന്നിരുന്നുകൊണ്ട് തൊഴരുത്. ഹല്ലേലൂയ. അതിനെ എടുത്ത് വെച്ച് പൂജിക്കരുത്. എല്ലാവരും ചെയ്യുന്നത് അവരറിവില്ലായ്മ കൊണ്ടോ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ 10 കൽപ്പനയിൽ ഒരു കൽപ്പനയാണ് വിഗ്രഹാരാധന. എന്നാൽ അതിൻ്റെ കൽപ്പന സ്വർഗത്തിനും ഭൂമിക്കും യാതൊന്നും ഉണ്ടാക്കാനോ നമസ്കരിക്കാനോ പാടില്ല. ദൈവമക്കളെ, നിങ്ങളെ വീട്ടിൽ ഒരു സ്റ്റാമ്പ് പോലും വെച്ചിരിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയും, നിങ്ങളെ വീട് ക്ലിയർ ചെയ്യണം. നിങ്ങളെ ഹൃദയത്തിന് ആദ്യം എടുത്ത് കളയേണ്ടത് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന വിഗ്രഹങ്ങളെ തല്ലിപ്പൊട്ടിച്ച് ചവിട്ടുകൂട്ടേറി.
നീ എവിടെയെങ്കിലും ഒളിച്ചും പതിയും കട്ടിൻ്റെ അടി കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടി കൂട്ടി. പിന്നെ ഒരു പന്തളത്ത് ഇന്നലെ ഒരു ഫോൺ കോൾ വന്നു കേട്ടോ. ഇന്നലെ പറഞ്ഞു രാത്രി 12 മണിക്ക് പ്രാർത്ഥിക്കായിരുന്നു. സ്തോത്രം. ഇരുന്ന സമയം കൊണ്ട് മെഴുതിരിയുടെ അതിൻ്റെ മണം. അർദ്ധരാത്രി 12 മെഴുതിരി കത്തിച്ചുകൊണ്ടല്ല, അവർ കൃത്യമായിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണ്. അവരെ വീട്ടിനകത്തൊരു ഹസ്ബൻഡില്ല, ഹസ്ബൻഡ് വിദേശത്താണ്, ഒരു മോനുണ്ട്, ദൂരെയാണ്, പഠിക്കാൻ നിൽക്കുന്നു, ഊട്ടിയിലൂടെ പഠിക്കാൻ നിൽക്കുന്നു, അമ്മ മാത്രമേ ഉള്ളൂ. അവർ അർദ്ധരാത്രി 12 മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വീട്ടിനകത്ത് അവർ കത്തിച്ചതൊന്നുമല്ല, തൊട്ടടുത്തുനിന്നും ഭയങ്കര മെഴുതിരി, തൊട്ട് വീട്ടിനകത്തുനിന്നും മെഴുതിരിയുടെ മണം അടിക്കുന്നു. അവരൊന്നും വീട്ടിലെ മണം അടിച്ചോട്ടെ മണം അടിച്ചോട്ടെ, നല്ലപോലെ അടിക്കട്ടെ. അവർ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നേരം വെളുത്ത് നോക്കിയപ്പോൾ വീട്ടിൻ്റെ തൊട്ട് ബാക്കിൽ എന്തോ ഒരു സാധനം ഉരുവി അമർന്ന് കിടക്കുന്ന ഒരു അനുഭവത്തെ ഒരു സാക്ഷി വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവ പൈതലേ, ദൈവം നിനക്ക് അത്ഭുതം ചെയ്തു. നിനക്കെതിരായിട്ട് വെച്ച വിഗ്രഹങ്ങൾ ഉരുവി, നിന്റെ പ്രാർത്ഥനയിലെ വിഗ്രഹങ്ങൾ ഉരുവിട്ടുണ്ട്. അവർ കത്തിച്ച മെഴുതല്ല, പിശാച് കൊണ്ട് വെച്ചതിനെ, അടുത്തെറിഞ്ഞതിനെ എവിടെയെങ്കിലും വെച്ചാൽ പ്രാർത്ഥിച്ച ഉരുവും. ആദ്യ ഉരുകേണ്ട ഹൃദയത്തിൽ നിന്ന് ഉരുവിക്കളാ. നീ പ്രാർത്ഥിര്, കർത്താവേ ഈ വിഗ്രഹം ഉരുകണം. അർദ്ധരാത്രി സ്വർഗത്തിന്റെ തീ ഇറങ്ങി എരിച്ചിട്ടുള്ളത്, മെഴുക് ഉരുകി അമർന്നിരിക്കുന്ന അനുഭവം. ഇതാര് കത്തിച്ചെന്നില്ല. അർദ്ധരാത്രി 12 മണിക്ക് ആര് കത്തിച്ചതല്ല, സ്വർഗം കത്തിച്ചതാണ്. ഹല്ലേലൂയ. അവരെ വടക്കേ പുറത്തെടുത്ത വിഗ്രഹത്തെ ആര് കൊണ്ടുവച്ചോ എന്തുകൊ അവർക്കറിയത്തില്ല, പക്ഷെ എവിടെ നിന്ന് വന്നറിയത്തില്ല. പക്ഷേ പിശാചി എവിടെയോ മറച്ചിട്ടിരുന്നതിന്, എവിടെയോ മറച്ചു വെച്ചതിന് സ്വർഗത്തിലെ ദൈവം അർദ്ധരാത്രി പ്രാർത്ഥന നടുവിൽ നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ തീ ഇറങ്ങി വിഗ്രഹം കിടക്കുന്നത് അശുദ്ധമാണ്. അതിൻ്റെ ഹൃദയത്തിലും നിന്റെ വീട്ടിലും. ദൈവമക്കളെ, പന്തളത്ത് നടന്ന ഒരു സഹോദര സാക്ഷ്യമാണ് പ്രാർത്ഥനയിൽ ഉരുവിയ അനുഭവം. ഹല്ലേലൂയ. അപ്പോൾ അശുദ്ധമെന്ന് പറയുന്നത് വിഗ്രഹ ആരാധന, ജഡം ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയാണ് വിഗ്രഹാരാധന. ഒരു ഫോട്ടോ പോലും വെക്കരുത്. ദൈവത്തിനെതിരായിട്ട് വിഗ്രഹം എന്ന് പറയുമ്പോൾ ചിത്രം ആണ്. എല്ലാം ദൈവ സ്വർഗത്തിന് ഭൂമിക്ക് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ വാങ്ങുവാനോ ഉണ്ടാക്കുക എല്ലാം അത് എവിടെ ചെന്ന് തൊഴുന്നുണ്ടോ അതെല്ലാം പാപമാണ്, ജഡത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ബൈബിൾ വിളിച്ചു പറയുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് വിട്ടുവരണം. നമുക്ക് വ്യവസ്ഥയില്ല, നമ്മളത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. അവസാനം താഴോട്ട് വായിച്ചാൽ വരുമ്പോൾ അറിയാൻ പറ്റും. അടുത്ത് പറയുന്നു ആഭിചാരം. വിഗ്രഹാരാധന കഴിഞ്ഞാൽ അഭിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുദ്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് തൃപ്തി വരാതൊരു ഓട്ടമുണ്ട്. കുണുകുണാന്ന്. ഇവിടെ പ്രാർത്ഥനയും അവിടെ ചെന്ന് ആ പരിപാടി, അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. അഭിചാരം ചെയ്യരുത്. അഭിചാരം ജഡത്തിൻ്റെ പ്രവൃത്തി. അഭിചാരം ചെയ്ത മന്ത്രവാദം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവർക്കെതിരായിട്ട് കുടുംബത്തിനകത്തുള്ളവർക്ക്, ഇപ്പം കുടുംബത്തിനുള്ളവർ തന്നെയാണ് കുടുംബത്തിനകത്തൊക്കെ ചെയ്യുന്നത്. കാര്യം എന്താണ്? നിങ്ങളുടെ പൈസ പോണതല്ലാതെ വിടുതല്ല, ശാപത്തിലേക്ക്. ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല. ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് സംഭവിക്കുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരിക്കലും അഭിചാരം ചെയ്യരുത്, ഒരിക്കലും മന്ത്രവാദത്തിന് പോകരുത്. നിങ്ങളുടെ മക്കൾ തിന്നാളെ പൈസ എടുത്ത് മന്ത്രവാദത്തിന് കൊടുക്കരുത്, മറ്റൊരു കൊടുക്കരുത്. ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അത് ജഡത്തിൽ ഒരിക്കലും നിങ്ങൾ മന്ത്രവാദം ചെയ്ത് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറഞ്ഞ കാര്യമാണ് അഭിചാരം ചെയ്യുന്നത്. അഭിചാരം ചെയ്തു കഴിഞ്ഞാൽ അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല, ദൈവഹിതമല്ല. അത് ചെയ്യുന്നത് ദൈവഹിതമില്ലാതെയാണ്. ദൈവഹിതമില്ലാതെ ആര് പോയാലും ഹല്ലേലൂയ, അത് ഒരിക്കലും പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും അത് യാക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എന്ത് വേണോ ചെയ്തോ,
നിങ്ങൾ ഇങ്ങനെ കിടാവ് വേണോ ആന വേണമെങ്കിലും കൊടു, ഇങ്ങനെ ഒന്ന് മൂട്ടിൽ അടിച്ചിടാൻ ധൈര്യമായിട്ട് കൊടു. എനിക്ക് ആ ചങ്കുറപ്പുണ്ട്. കാര്യം നമ്മ കർത്താവിൻ്റെ കരങ്ങളിൽ ആയിരിക്കുമ്പോൾ ആമേ ഹല്ലേലൂയ ഒന്നും ഏക്കത്തില്ല. കാര്യം എന്താണ്? ചെയ്യുന്നവൻ മൂട്ടി വീഴുന്നോണ്ടിരിക്കുക. ഹല്ലേലൂയ. ചെയ്യുന്നവരാ മൂട്ടി. ഒരു അഭിചാരം നമുക്ക് മന്ത്രവാദം എന്നൊക്കെ തെറ്റിപ്പോവും കണ്ട്, കളറ് കണ്ട്, കുങ്കുമം കണ്ട്, ഇതെല്ലാം കണ്ട് കഴിയുമ്പോൾ നമ്മൾ പേടിക്കരുത്. കാര്യം എന്താണ്? ഇതൊന്നും നമുക്ക് ഏക്കത്തില്ല. നിങ്ങളെ വീട്ടിൽ ഉറക്കെഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ കാണും, പലതും കാണും. അയ്യോ പാസ്റ്ററെ കണ്ട് മിണ്ട ചവിട്ട്, തേളുകളെയും പാമ്പുകളെയും ചവിട്ട്. അധികാരം വചനം എടുക്കണം, ആത്മാവിൽ നിൽക്കണം, പേടിച്ച് പോകരുത്. എന്ത് ചെയ്താലും നിനക്കൊന്നും ഏക്കത്തില്ല ദൈവ പൈതലേ. അഭിചാരം ജഡത്തിന്റെ പ്രവൃത്തിയാണ്, ആത്മാവിന്റെ പ്രവൃത്തിയല്ല. അത് നല്ല പ്രവൃത്തിയല്ല, അത് പാപത്തിന്റെ പ്രവൃത്തിയാണ്. അകത്ത് ചെയ്യുന്ന പ്രവൃത്തിയല്ല, പുറത്ത് ചെയ്യുന്ന പ്രവൃത്തിയാണ് ആഭിചാരം. ഒരു ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവന് ഏക്കത്തില്ല, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഏക്കത്തില്ല, നിന്റെ മക്കൾക്ക് ഏക്കത്തില്ല, നിന്റെ തലമുറയാക്കത്തില്ല. നീ കാര്യം എന്താണ്? അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അത് വിശ്വാസത്തോടെ മുറുകെ പിടിക്കണം. കാര്യം എന്താണ്? നീ എന്ത് കൂടപാത്രം ചെയ്താലും എനിക്കൊരു വിഷയമേ ഇല്ല. കാര്യം എന്താണ്? അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു പക. ഈ സാധനമുള്ളവരൊന്ന് സ്തോത്രം പറഞ്ഞേ. പകയുള്ളവരൊന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കൊണ്ട് ഭാഷ ആത്മാവുള്ള സമയത്ത് പറഞ്ഞിരിക്കും ഭയങ്കര അല്ലേ. അപ്പോൾ പക, നമുക്ക് മറ്റുള്ളവരോട് പക ജഡത്തിൻ്റെ സ്വഭാവമാണ്. നമ്മൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധുക്കളോ ചേർച്ച ആരുടെത്തെങ്കിലും പകയുണ്ടെങ്കിൽ ഇന്ന് മാറ്റിക്കള. ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചിരിക്കരുത്. 12 കാര്യങ്ങളിൽ ഒന്നെടുത്ത് പറഞ്ഞ ജഡം, പക. നമുക്ക് ആരോട് പിണക്കമില്ല. നമുക്ക് പിണക്കമുള്ളത് പിശാചിനോടാണ്. മനസ്സിലായോ? പക നമ്മുടെ കുടുംബത്തിനകത്ത് അവർ എങ്ങനെയായിരുന്നാലും അവരെ അറിവില്ലാണ്ട് ഒരിക്കലും ശ്രദ്ധിക്കരുത്. പക നമുക്ക് ഒരു ദൈവ പൈതലിന് പാടില്ല. ജഡത്തിൻ്റെ അടുത്ത പ്രവൃത്തി പകയെന്ന് പകരം വീട്ടുക. 2 കൊടുത്തിട്ടല്ലാതെ എനിക്ക് ഉറക്കമില്ല. അവക്ക് 2 ഇങ്ങോട്ട് വരട്ട്, ഞാൻ ആരാ മോളാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ അടുത്താണ് കളി. അങ്ങോട്ട് കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വലിച്ചൊരു പൊക്കിയൊരു കെട്ടുണ്ട്. വല്ലപ്പോഴേക്കും സൂക്ഷിച്ച് കെട്ട്. ജഡമാണ്, ജഡത്തിരുന്ന് പലതും തോന്നിപ്പിക്കും. പക വേണ്ട. ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ പക വേണ്ട. ആരോട് പക വേണ്ട. ജഡം ചെയ്യിക്കുന്ന അടുത്തൊരു കാര്യമാണ്, ആത്മാവ് ചെയ്യിക്കുന്ന കാര്യമല്ല. ജഡം ചെയ്യുന്നൊരു കാര്യം പകരം വീട്ടുക. നമ്മൾ ആര് ചെയ്താലും മറ്റുള്ള ചെയ്താലും നമുക്ക് 2 കൊടുക്കണ്ടേ? ഇല്ല, നമുക്ക് കൊടുക്കാൻ വ്യവസ്ഥയില്ലെന്നേ. ഞാൻ എൻ്റെ ശത്രുവിനെ പാതപിടമാകോളം നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, പകയും പ്രതികാരം അവൻ ചെയ്യോ. ആമേ. പക വിട്ടുമ്പോൾ നിങ്ങൾ ചോദിക്കും പാസ്റ്റേ നമുക്ക് പകരം വിട്ടുമ്പോൾ പകരം നമ്മൾ കൊടുക്കണ്ടേ? കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പ്രതികാരം ചെയ്യും. പ്രതികാരം ആർക്കുള്ളത്? ദൈവത്തിനുള്ളതാണ്. നിങ്ങൾ പ്രതികരിക്കണ്ട. നിങ്ങൾ പ്രതികരിക്കണം, പ്രാർത്ഥിച്ച് പ്രതികരിക്കണം, നിങ്ങൾ കരഞ്ഞ് പ്രതികരിക്കണം, ഉപവസിച്ച് പ്രതികരിക്കണം. ആമേ. ജഡത്തിലല്ല, ആത്മാവില്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വായൊക്കെ അടച്ചു വെച്ച് മിണ്ടാതിരുന്ന കുറേ ദിവസം ജീവിച്ചു പോയി, നല്ലപോലെ കടിച്ചു പറിച്ച് ജീവിച്ചു പോയി. അല്ലെങ്കിൽ ഉള്ള പല്ലൂടെ അടിച്ച് താഴെ ഇടും അവർ. പക വേണ്ട. ആമേ. പകരം വീട്ടാൻ പോണ്ട. കാര്യം എന്താണ്? വചനം അങ്ങനെയാ ഇവിടെ പറയുന്നത്. പക. അടുത്ത് പറയുന്നു എന്താണ്? പിണക്കം. അത് ജനിച്ച അന്നോട്ടേ ഉണ്ട്. ഇവളെൻ്റെ വസ്തുവുമാകെ അടിച്ച് മാറ്റി, എനിക്ക് പൈസയും മാറ്റിയിട്ട് പൈസയും തരത്തില്ല. എൻ്റെ നന്മയ്ക്കെതിരായിട്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ തിന്നണം, നീ തിന്നുന്നു, അത് തിന്നുന്നു, ഇത് തിന്നുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് വരുന്നത്? പിണക്കം. നമ്മൾ പിശാചിനോട് പിണങ്ങാവൂ. നമ്മുടെ ജഡം ചെയ്യുന്നൊരു കാര്യം പിണക്കം ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോ? നിങ്ങളുടെ അടുത്തുള്ളവരുടെ പിണക്കമുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കളുടെ പിണക്കമുണ്ടോ? ദൈവത്തിന് ഇഷ്ടമല്ല. പിണക്കം വയ്ക്കരുത്, പിണങ്ങരുത്. പിണക്കം ജഡത്തിന്റെ പ്രവൃത്തിയാണ്. തിരുവചനം വിളിച്ച പൗലോസിന്റെ ഭാഷ ശക്തമായി ഗലാത്യ സഭയോട് വ്യക്തമായി പറയുന്നു. ഗലാത്യ സഭയോട് വ്യക്തമായി വിളിച്ചു പറഞ്ഞു, പിണക്കം ദൈവഹിതമല്ല.
ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് പിണക്കം. പിണങ്ങരുത്, ഈ ആയുസ്സിൽ പിണങ്ങരുത്, ഈ ആയുസ്സിൽ പിണങ്ങരുത്. ഒരു ആയുസ് ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്, അടുത്ത ആയുസ് ദൈവത്തോടാണ്. അല്പ ആയുസ് മാത്രം ഭൂമിയിലാണ്. ഇത് കഴിയുമ്പോൾ ഒരു നിത്യ ജീവിതമുണ്ട്, അത് ദൈവത്തോടാണ്. ജീവിക്കും. അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരെന്തുകൊണ്ട് കൊണ്ടുവരാം, പറഞ്ഞു കൊണ്ടുവരികയാണ്. ഇതൊക്കെ നോക്കിക്കോളണം, നിങ്ങൾക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് നോക്കിക്കോളണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പറയണം, ഇന്ന് എൻ്റെ ജീവിതത്തിൽ മാറും. നിങ്ങൾ വീട്ടിൽ സഹോദരങ്ങൾ പിണങ്ങിയിരിക്കുന്നത് ചെന്നുടനെ പറയണം, ഞാൻ ക്ഷമിച്ചു, നിനക്ക് ക്ഷമിക്കാൻ മനസ്സുണ്ടോ? എന്തെങ്കിലും പൈസകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പൈസ കൊടുത്ത് കറക്റ്റ് ചെയ്യണം. ആമേ, നേരെ ചൊവ്വനൊക്കെ ജീവിച്ചോളണം. ഹല്ലേലൂയ. ഇനി അതിൻ്റെ പേര് പിണങ്ങരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുണ്ടെങ്കിൽ അല്ലേ, അങ്ങോട്ടൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്ത് നല്ല കാര്യങ്ങൾ സന്തോഷത്തോടെ പോകണം. സഹോദരങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കയറിയിരുന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുക്കണം. ഇന്ന് കുടുംബത്തിനകത്താണ് ഒരുപാട് പകകൾ. സഹോദരൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, പാരമ്പര്യമായിട്ട് ഒരുപാട് പേര് പിണക്കങ്ങളാണ്, രക്തബന്ധങ്ങൾ പിണക്കമാണ്. മക്കൾ മിണ്ടത്തില്ല, കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് മിണ്ടത്തില്ല, എല്ലാവർക്കും പിണക്കം. കാര്യം ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, പിണക്കം കാണിക്കുന്നു. അടുത്ത് പറയുന്നു ജാരശങ്ക. ഹല്ലേലൂയ. ജാരശങ്ക എന്ന് പറയുമ്പോൾ പ്രൈസലോ ആമേ ഹല്ലേലൂയ. ചിലത് ശങ്കിത്തണം, ശങ്കയോടെ ഹാലിലെ പ്രതികൂലത്തിൻ്റെ മധ്യേ ആമേ ശങ്കയോട് നിൽക്കത്തക്കവണ്ണം ചിലത് ശങ്കിക്കത്തവണ്ണം ജാരം. ആമേ ദൈവഹിതമില്ലാത്ത പ്രവൃത്തി ചെയ്യുക, ദൈവപ്രവൃത്തി ഇല്ലാത്ത ഹിതങ്ങൾ ചെയ്യുക. ആമേ ഹല്ലേലൂയ. മറ്റുള്ളവരെ തകർക്കുന്ന അനുഭവങ്ങളെ നമ്മുടെ ശരീരത്തിൽ മാറ്റണം. മറ്റുള്ളവരെ തകർക്കുന്ന അനുഭവങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റണം. അതാണ് അടുത്ത ജഡത്തിൻ്റെ പ്രവൃത്തികൾ. അടുത്ത് പറയുന്നു ക്രോധം എന്ന് പറയുമ്പോൾ ദേഷ്യം അല്ലേ, ദേഷ്യമില്ലാത്ത ഒരു സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ക്രോധം എന്ന് പറയുമ്പോൾ ദേഷ്യം. പ്രാർത്ഥിക്കാം, വാ ഇങ്ങോട്ട് ഇപ്പം തന്നെ പ്രാർത്ഥിക്കണം. എടാ മതി, നിർത്തി വെച്ചിട്ട് വാ വന്ന് തിന്നേ. ഇല്ല, അപ്പോഴും തുടങ്ങും ദേഷ്യം, ക്രോധം. ജഡത്തിൽ വരുന്ന ഒരു ഭാഗമാണ് ക്രോധം. കടം വരുമ്പോൾ സഹോദരിമാരെ തന്നെ എടുക്കാം. കടം വരുമ്പോൾ രണ്ട് പല്ല് രണ്ട് സൈഡിൽ കൂടെ വരും. എന്നിട്ട് ഇങ്ങനെ വരെ കടിച്ച് കീറി തിന്നാൻ കൊണ്ട് കടം വാങ്ങിച്ചിട്ട് വേറെ എടുത്താൽ വന്ന് നിൽക്കണം, നമ്മളെടുത്ത മനസ്സിലാവുന്നുണ്ടോ? അവിടെ കടം വാങ്ങിച്ചു, എന്നിട്ട് തീരാത്തത് ഇവിടെ നിൽക്കുക. കാര്യം തന്നെ ഇവിടെ ക്രോധത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ക്രോധം പാടില്ല. ദേഷ്യം അത് അമർത്തുക, ജഡത്തിൽ വരാതിരിക്കുവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എടുത്തടിച്ചാൽ നിങ്ങൾ ദേഷ്യം കൊണ്ട് ആരും പറയും ഞാൻ വരച്ച വരയെ നിർത്തും. അതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ള കഴിവൊക്കെ ഇങ്ങനെ ശരീരത്തിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയും എന്താണ് കഴിച്ച ആഹാരത്തിൻ്റെ ആരോഗ്യം കൊണ്ട് പറയും ഞാനാണ് അവിടുത്തെ ഒരു ദേഷ്യം വരല്ല. ചില കാര്യങ്ങൾ അങ്ങല്ല. ക്രോധം, സ്നേഹത്തോടെ പറയേണ്ട ക്രോധം, ദേഷ്യം, അമിതമായുള്ള ദേഷ്യം, എപ്പോഴും അമിതമായ ദേഷ്യം അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവ പൈതലെ അടുത്ത് വായിക്കുന്നു ശാഠ്യം. ഭയങ്കര ശാഠ്യം, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്, സത്യമായിട്ട് പറഞ്ഞ ഈ കസാര ഇരിക്കില്ലെന്നേ, ഈ ചെയറിൽ ഞാൻ ഇരിക്കില്ല, എന്നെ ചത്താ പോലും ഞാൻ ഇരിക്കില്ല. അങ്ങനെ പറഞ്ഞവരുമുണ്ട്. ഹല്ലേലൂയ. ചത്താ പോലും എൻ്റെ മുഖത്ത് പോയി പറയും ചത്താ പോലും ഞാൻ വന്നിരിക്കൂല. ശാഠ്യം. ശരി, നീ ചത്തിട്ട് വന്നിരി. ശാഠ്യം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. നിർബന്ധം, ഇങ്ങനെ പിടിവാശി, അത് ജഡത്തിൽ കാണിക്കുന്ന ചില ഭക്ഷണം കഴിക്കാൻ പാ, എനിക്ക് ഇന്ന മീനാണ് കഴിക്കത്തില്ല. അപ്പോൾ ഇന്നലെ എന്തോ ഉണ്ടാക്കി, ഒരാൾ പറഞ്ഞു ഞാൻ ഇത് കഴിക്കത്തില്ല, എൻ്റെ വയറ്റിന് കുഴപ്പം. ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു, ഓടിച്ചെന്നെടുത്തിട്ട് കഴിക്കുന്നതാണ്ട്. ശാഠ്യം അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ശാഠ്യം ഒരിക്കലും പാടില്ല, അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. അടുത്ത് വായിക്കുന്നു, എന്താണ് ദ്വന്ദ്വപക്ഷം എന്ന് വെച്ചാൽ എന്താണ് ദ്വന്ദ്വപക്ഷം എന്ന് പറയുമ്പോൾ? രണ്ട് പക്ഷം, അവിടെയും കൊടുക്കും ഇവിടെയും കൊടുക്കും. മനസ്സിലായോ? രണ്ട് ആടുകളെ തമ്മിൽ കൂട്ടിമുട്ടിടിക്കുന്ന ഒരു മുട്ടനാടിൻ്റെ കഥ കേട്ടിട്ടില്ലേ? രണ്ട് കുറുക്കന്മാർ വന്നിട്ട് അല്ലേ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ചോര കുടിക്കുന്ന അനുഭവങ്ങൾ കുടുംബത്തിന് പാടില്ല. ദ്വന്ദ്വപക്ഷം.
അവരെ കാണുമ്പോൾ അവരെ പക്ഷം, ഇവരെ കാണുമ്പോൾ ഇവരെ പക്ഷം, പാസ്റ്ററെ കാണുമ്പോൾ പാസ്റ്ററിൻ്റെ പക്ഷം അല്ലേ, വിശ്വാസിയെ കാണുമ്പോൾ യേശോദര വിശ്വാസിയുടെ പക്ഷം അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ. ദ്വന്ദ്വപക്ഷം പാടില്ല. നമുക്ക് അവിടെയും പാടില്ല, ഇവിടെയും പാടില്ല. ദ്വന്ദ്വപക്ഷം. രണ്ട് എന്താണ് ആടിനെ രണ്ട് കുറുക്കന്മാർ കുറുക്കം രണ്ടാടുകളെ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ചോര കുടിക്കുന്ന കുറുക്കൻ്റെ സ്വഭാവം കാണിക്കരുത്. രണ്ടാടുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിക്കും. കുടുംബത്തിനകത്ത് ദ്വന്ദ്വപക്ഷം കാണിക്കുന്നത് അത് നിർത്തിക്കൊള്ളണം. ജഡത്തിൻ്റെ സ്വഭാവമാണ്, അങ്ങനെ വരാൻ പാടില്ല. ജഡത്തിൻ്റെ പ്രവർത്തികളെ തിരിച്ചറിയണം. ദ്വന്ദ്വപക്ഷം കാണിക്കരുത്. ഒരാളെ കാണുമ്പോൾ ഉയർത്തിയും മറ്റാളെ കാണുമ്പോൾ താഴ്ത്തിയും പറയേണ്ട കാര്യം ആരെ മുഖത്ത് നോക്കി പറയണം, അഭിമാനത്തോടെ പറയണം. ഹൃദയത്തിനകത്ത് വയ്ക്കരുത്. ശരിയാണെങ്കിൽ അത് ശരിയായിട്ട് പറയണം. പരസ്പരം അവരെ കാണുമ്പോൾ ഉയർത്തിയും മറ്റുള്ള താഴ്ത്തിയും പറയരുത്. ഹല്ലേൽ പരസ്യമായിട്ട് പറയണം, അത് രഹസ്യത്തിൽ പറയരുത്. ദ്വന്ദ്വപക്ഷം നിന്റെ കുടുംബത്തിന് പാടില്ല. ദൈവ പൈതലെ, നീ ആത്മീയമായ പൈതൽ, നിന്റെ ജഡത്തിൽ ദ്വന്ദ്വപക്ഷം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ചെന്നൊരു ദ്വന്ദ്വപക്ഷമുണ്ട്. എടി അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ആയിരുന്നില്ല, അവിടെ ഇങ്ങനെ ആയിരുന്നില്ലേ. ദ്വന്ദ്വപക്ഷം പാടില്ല. സഭയെ ഭിന്നിപ്പിക്കുന്ന ദ്വന്ദ്വപക്ഷം പാടില്ല. ദൈവസഭയെ ഭിന്നിപ്പിക്കുന്ന ദ്വന്ദ്വപക്ഷം പാടില്ല. പരസ്പരം തമ്മിൽ രണ്ടാടുകളെ കൂട്ടിമുട്ടിക്കുന്ന അനുഭവം ഇടിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ സ്വഭാവം കാണിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ജഡത്തിന്റെ പ്രവർത്തികളാണ്. ജഡത്തിന്റെ പ്രവർത്തികൾ. ആ ജഡത്തിന്റെ പ്രവർത്തികൾ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഇന്ന് വചനം വിളിച്ചു പറയുന്നു, ഈ ദ്വന്ദ്വപക്ഷം ഉള്ളവർ ആരാണ്? അവർ ജഡത്തിലിരിക്കുന്നവരാണ്. ജഡത്തിലിരുന്നു കൊണ്ട് ഇതും കാണിക്കും അപ്പുറവും കാണിക്കും. അങ്ങനെ ആരെങ്കിലും വീട്ടിൽ കാണിക്കാൻ മനസ്സിലാക്കണം, അവർ ജഡത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആത്മാവിന്റെ പ്രവൃത്തിയല്ല, ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൻ്റെ മേലൊരു വിടുതൽ സംഭവം. ഈ പറയുമ്പോൾ ഞാൻ ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ മേൽ വിടുതൽ വന്നുകൊണ്ടിരിക്കണം. ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലാവണം, എൻ്റെ ജീവിതത്തിൽ വിടുതലാവണം, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലാവണം. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള അല്ല, എനിക്കുമുള്ളതാണ്. ഹല്ലേലൂയ, സകലവർക്കുമുള്ളതാണ്. ജഡമെന്ന് പറയുമ്പോൾ അത് ദൈവ മക്കൾക്ക് മാത്രമുള്ളതല്ല, ദൈവദാസന്മാർക്കുള്ളതാണ്. അല്ലേ? ഒരു വിശ്വാസി അടുത്ത് നിൽക്കുമ്പോൾ അടുത്തൊരു വിശ്വാസി അടുത്ത്, അങ്ങനെ പാടില്ല. ദ്വന്ദ്വപക്ഷം. പക്ഷെ മറ്റുള്ളവർ വിധിക്കും. ഇല്ല, മറ്റുള്ളവർ വിധിക്കുമല്ല. ദൈവം ചിലതിനെയൊക്കെ അങ്ങ് സെറ്റ് ചെയ്താൽ അങ്ങനെയാണ്. അവർ വന്നാൽ കൊള്ളായിരുന്നു, ഇവർ കൊള്ളാമെന്ന് കൊള്ളായിരുന്നു. കരയരുത്, മറ്റുള്ളവർ വീണ് പോകരുത്, തകർന്നു പോകരുത്. കരുതാണ് ദൈവം നിർത്തിയതാ. ദൈവം കരുതിയതാ. അതുപോലെ ഓരോ ദൈവ മക്കളെ, നിങ്ങൾക്കെതിരായിട്ട് ശത്രു ആയുധം എടുക്കുമ്പോൾ തകർന്നു പോകരുത്. എന്തെങ്കിലും ഒരു വശപശക വന്നാൽ, ഞാൻ എൻ്റെ വയസ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇല്ല, ഞാൻ ചിലതൊക്കെ നേരെ ആക്കണം, ചിലതൊക്കെ നേരെ ആക്കണതാ, ക്ലിയർ ആവാനാ. നമ്മൾ കലക്കി വെച്ചാലല്ലേ വെള്ളം തെളിഞ്ഞ് വരുള്ളൂ, അല്ലേ? വെള്ളം നല്ല കലങ്ങൽ വെള്ളമാണെങ്കിൽ തെളിയണം, തെളിയാൻ വേണ്ടി. അപ്പോൾ ജഡത്തിൽ നിന്നുള്ള ദ്വന്ദ്വപക്ഷങ്ങൾ പറയുമ്പോൾ ഒരിക്കലും നാം അത് ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. അടുത്ത് വായിക്കുന്നു. അടുത്തെന്താണ്? ഭിന്നത. ഭിന്നത, ഭിന്നത, ഭിന്നിപ്പിക്കുക, അടിച്ച് പിരിഞ്ഞ് രണ്ട് പാത്രമാക്കുന്ന അനുഭവം. ഇന്ന് ഒരു പാത്രത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ രണ്ടും രണ്ട് പാത്രത്തിൽ ആക്കുന്നതാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ഒരു ഭിന്നിപ്പിനെ കാണിക്കുന്നു, ഒരു ഭിന്നിപ്പിനെ കാണിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഭിന്നിപ്പിനെ കാണിക്കുന്നുണ്ട്. ഭിന്നിപ്പ് എപ്പോഴും ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അടിച്ചു പിരിയുക, ഭിന്നിപ്പ് എപ്പോഴും ഐക്യതയെ തകർക്കുന്നത്, ദൈവമക്കളെ കൂട്ടായ്മയെ തകർക്കുന്നത്. ഭിന്നിപ്പ് എപ്പോഴും നമ്മുടെ ആത്മീയ മണ്ഡലം തകർക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. നീ ഇവിടെ പോരുത്, അവിടെ പോരും, ഇങ്ങനെ പല നിറയെ ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഭിന്നിപ്പുണ്ടാക്കാൻ നല്ലപോലെ അറിയാം. അത് ആരാ ചെയ്യിക്കുന്നത്? ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല. ജഡം ചെയ്യിക്കുന്നത് ഭിന്നിപ്പിൻ്റെ അവസ്ഥ. ആ ഭിന്നിപ്പിനെ നമ്മൾ മനസ്സിലാക്കണം. ഭിന്നത അത് ജഡം ചെയ്യിക്കുന്ന കാര്യമാണ്, ജഡം ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ, റോമർ ലേഖനം 8:13 റോമർ 8:13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ
നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. നിങ്ങളെ ജഡത്തെ അനുസരിച്ച് ജഡം പറയും പോലെ കേട്ട് പിന്നിപ്പുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇതല്ല പണി കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. നോക്കിക്കോണം, നിങ്ങൾ ഇവിടെ പറയുന്നത് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവ് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ആത്മാവിൽ ജഡത്തിൽ മരിപ്പിച്ചിട്ട് ആത്മാവിൽ ജീവിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ജഡത്തിനെ ബന്ധിച്ചു ആത്മാവിൽ ജീവിക്കുമെങ്കിൽ നമ്മൾ ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഗലാത്യർ ലേഖനം 5:17 വാക്യം. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നോക്കണം, ജഡത്തിന് ഒരുപാട് അഭിലാഷമുണ്ട്. ആത്മാവിന് ജഡാഭിലാഷമുണ്ട്, ആത്മാഭിലാഷമുണ്ട്. ജഡത്തിൽ വിരോധമായിരിക്കുന്നു. ഈ ആത്മാവിഷയം എന്താണ്? ജഡത്തിന് വിരോധമാണ്. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നമ്മൾ ജഡം പറയും, നമ്മൾ ജഡത്തെ നിയന്ത്രിക്കുമ്പോൾ ജഡം നേരെ പോകുമ്പോൾ ജഡത്തെ കൊണ്ടാണ് മരവിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ. അവിടെ എന്താണ്? ജഡത്തെ എന്താണ്? ആത്മാവിലോട്ട് വരത്തില്ല. എന്താണ്? ആത്മാവിൽ ആത്മാവിൽ നിറയാതെ ജഡം അതിൻ്റെ മേൽ കയറി വെട്ടും. മനസ്സിലാവുന്നുണ്ടോ? കൺട്രോൾ വരുന്ന സമയത്ത് ആത്മാവിൽ നിന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ജഡത്തിൽ അങ്ങ് കയറിപ്പോകും. അതാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഭിന്നത. അടുത്ത് പറഞ്ഞ അസൂയ. 21 വാക്യത്തിന് അസൂയ വായിച്ചേ. ഗലാത്യർ ലേഖനത്തിന് തന്നെ 5 നമുക്കറിയാം. അസൂയ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞത് അതൊരു മാരക വിഷമാണ്. ഈ അസൂയ ഇല്ലാത്തവരാരെന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാവർക്കും അസൂയുണ്ട്. പാസ്റ്റർമാർക്കും അസൂയുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റൂല അല്ലേ? എല്ലാവർക്കും അസൂയ എന്ന് പറഞ്ഞ ലോകമാണ്. ഇത് കേൾക്കുമ്പോൾ പാസ്റ്റർമാർ പറയും ഞങ്ങളെ കൊല്ലല്ലേ എന്ന് പറയുമ്പോൾ വചനം പറയാതിരിക്കാൻ പറ്റത്തില്ല. പാസ്റ്റർമാര് അസൂയയില്ലേ? ഒരു വിശ്വാസിക്ക് ഒരു 10 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ ഉടനെ പറയും ഇത് പള്ളിയിൽ കൊണ്ടുവരാളല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. അത് നമ്മൾ അസൂയപ്പെട്ടില്ല, അവരെ ബ്ലസ് ചെയ്യുക. ഇന്ന് അസൂയ ദൈവമക്കളുടെ വരാൻ പാടില്ല. അസൂയ എന്ന് പറയുന്നത് മറ്റുള്ള നന്മയെ കണ്ടാണ് അസൂയ വിടുന്നത്. ഒരു സ്ത്രീ ഒരു സഹോദരി നല്ല ഡ്രസ്സ് എടുത്തുകൊണ്ട് വരും, നല്ല സാരി എടുത്തുകൊണ്ട് വരികയാണ്. ഇത് കണ്ണെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് ബൈബിളിലല്ല, കണ്ണെല്ലാം സാരിയിലാണ്. അവിടെ തൊട്ടേ നോക്കും, അവരുടെ ബ്ലൗസ് മാച്ചാണെന്നാണ് നോക്കണത്. എന്നിട്ട് വെളി ഇറങ്ങുമ്പോൾ ഞാൻ പറയും നീ ഇട്ട ബ്ലൗസ് ശരിയായില്ല, ഈ കളറല്ല. ഞാൻ ആ മാച്ച് എടുക്കും. കാര്യം എന്താണ്? അതിലൊക്കെ ഭയങ്കര ചിലർ നോക്കിയാണ് ശരി തന്നെയാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ സാരി തുടങ്ങിയ അസൂയ, എവിടെ തുടങ്ങി? വസ്ത്രത്തിൽ തുടങ്ങിയ അസൂയ ജീവിതത്തിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നുള്ള സാക്ഷി പറയും 25 ലക്ഷം രൂപ കടം തീർന്നു. നിങ്ങൾക്ക് അസൂയുണ്ടോ? നിങ്ങളില്ലെന്ന് പറഞ്ഞാലും ദൈവം ചെയ്ത കാര്യമാണ്, മറച്ചു വയ്ക്കാൻ പറ്റൂല. അവരെ ദൈവം കൊടുത്ത വചനം 25 ലക്ഷം രൂപ കടം തീർന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു എൻ്റെ 2 ലക്ഷം തീർന്നില്ല, 10 ലക്ഷം തീർന്നില്ല. അത് എങ്ങനെ തീർന്ന്? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കുഞ്ഞെ. ദൈവത്തിന് നീ വചനത്തിൽ കീഴ്പ്പെട്ട് ദൈവത്തെ സ്വീകരിച്ചപ്പോ, ഹൃദയം കൊണ്ട് സ്വീകരിച്ചു, വാ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോ ദൈവം കൊടുത്ത പ്രമോഷനാണ്. അത് പ്രമോഷനാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹം കടം തീരും, നമുക്ക് നല്ല കാര്യം. ഇവിടെ 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷം 5 ലക്ഷത്തിന് വേണ്ടി മസിൽ പിടിക്കുക. കുറേ വർഷം കൊണ്ടേ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും കടം കയറിക്കൊണ്ടിരിക്കുമ്പോൾ പലവരും കട തീർന്നുകൊണ്ടിരിക്കുമ്പോൾ കട തീർന്നവർ പറയുമ്പോൾ തീരാത്തവർ പറയും അവർക്കൊരു അസൂയ. ഹല്ലേലൂയ. വിട്ടുകൊടുത്താല് ഇട്ടുപിടിക്കുള്ളൂ. 2024 മറക്കരുത്. വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും. ഷീബ കുടുംബം വിട്ടുകൊടുത്തു, ദൈവം ഇട്ടുപിടിച്ചു.
അതാ സഭയുടെ ദൂതായിരുന്നു. വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കും. ഞങ്ങൾക്ക് വിടാനും പറ്റൂല, ഇട്ടുകൊടുക്കാനും പറ്റില്ല. ഞങ്ങളെ പിടിക്കുകയും വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടുക. മറ്റുള്ള അനുഗ്രഹങ്ങൾ വരുമ്പോൾ, മറ്റുള്ള നന്മയിലേക്ക് കയറുമ്പോൾ അസൂയപ്പെട ജഡത്തിൻ്റെ പ്രവൃത്തികളെ അസൂയ അതൊരു മാരക വിഷമാണ്. ആമേ. ഒരു പയ്യന് നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരന് ഒരു വാഹനം കിട്ടി. ഹല്ലേലൂയ. നിങ്ങൾ പറയും, ആ ഇവൻ കൊള്ളാലോ, വാഹനം കിട്ടിയെന്ന് നിഗളിക്കൊന്നും വേണ്ട, അഹങ്കരിക്കണ്ട, അസൂയ കാണിക്കരുത്, ക്ഷമയോടെ ഇരിക്കണം. വാഹനം കിട്ടുമ്പോഴും അത് മറ്റുള്ള കാണുമ്പോഴും അസൂയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. ഹല്ലേലൂയ. ചിലർ വാഹനം കിട്ടിക്കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും അവർ വീട്ടിൽ ചെന്ന് ഇറങ്ങുള്ളൂ. കാണണം വണ്ടി. ഒരു കാറ് കിട്ടിക്കഴിഞ്ഞാൽ അത് മുടുക്കായിരിക്കും, ഭയങ്കര മുടുക്കായിരിക്കും. അവർ എത്ര കഷ്ടപ്പെട്ടാലും എടാ ഇത് നമുക്ക് വളയ്ക്കാനൊന്നും പറ്റൂല, മിണ്ടായിരിക്കും അമ്മേ, ഞാൻ വണ്ടി ഓട്ടിക്കണമെന്ന് കാണട്ട്, നമ്മളെ വണ്ടി അവരൊന്ന് കാണട്ട്, നമുക്ക് കാണിച്ച് പിന്നെ അടുത്ത വേറെ സ്റ്റെപ്പ് ഉണ്ടെങ്കിലേ പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. അസൂയ മൂത്ത് കഴിഞ്ഞാൽ വഴി കിടന്ന് ചവിട്ട് വാങ്ങിക്കും. ഹല്ലേലൂയ. അപ്പോൾ അസൂയ വരുന്ന ഒരു അനുഗ്രഹത്തിൽ അസൂയ വരാൻ പാടില്ല, തന്ന അനുഗ്രഹത്തിൽ അസൂയ വരാൻ പാടില്ല. ഒരു നന്മ കിട്ടുമ്പോൾ അസൂയ വരാൻ പാടില്ല, 10 ശമ്പളം കിട്ടുമ്പോൾ അസൂയ വരാൻ പാടില്ല, 10 അനുഗ്രഹം വരുമ്പോൾ അസൂയ കാണിക്കാൻ വരാൻ പാടില്ല, ഒരു ഭവനം കിട്ടുമ്പോൾ അസൂയ കാണിക്കാൻ പാടില്ല, നല്ല വീട് കിട്ടുമ്പോൾ അസൂയ കാണാൻ പാടില്ല, എന്തും എന്തും എന്ത് എന്ത് എന്ന് നല്ല കുഞ്ഞിനെ കിട്ടുമ്പോൾ അസൂയ കാണാൻ പാടില്ല. എൻ്റെ കുഞ്ഞ് നല്ല ചന്തമുള്ള കുഞ്ഞ്, നിൻ്റെ കുഞ്ഞ് കറുത്ത കുഞ്ഞ്, അവർക്ക് ഇത്തിരി അസൂയയും കുശുമ്പും കൂടുതലാണ്. അത് വേണ്ട. ജഡത്തിൻ്റെ പ്രവൃത്തിയാ, അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാ. മറ്റുള്ള മുമ്പ് വെച്ചിട്ട് അത് വേണ്ട. ഒരുപാട് താലോലിച്ച് കയറിയതാ, എല്ലാ ദൈവമക്കളും താലോലിക്കുന്നതാ. അത് കാണിക്കണം. മടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് അടങ്ങിയിരിക്കണം. കാര്യം എന്താണ്? അസൂയ വേണ്ട, അസൂയ വേണ്ട. ആമേ. ഹല്ലേലൂയ. മറ്റുള്ള നമ്മൾ പൊക്കി പിടിക്കുന്നുണ്ട്, എന്തെങ്കിലും ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ, ജഡത്തിൽ എന്തെങ്കിലും ഉയർത്തിപ്പിടിക്കുന്ന അസൂയാണ്. നീ ഉയർത്തിപ്പിടിക്കേണ്ടത് യേശുവിനെയാ. നീ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കേണ്ടത് യേശുവിനെയാ. അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും നീ ഉടുത്തുകൊണ്ട് വസ്ത്രത്തെയോ അല്ല നിനക്കിട്ടിരുന്ന ഫോണിനെയോ, ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടി കണ്ടോ, ക്യാമറ പൊങ്ങി വരുന്ന ഫോണാണിത്. എത്ര ക്യാമറ ഉണ്ടെന്ന് കണ്ടോ? ഒരുപാട് ക്യാമറ, ഫോട്ടോ പൊങ്ങി വരും. നിങ്ങളുടെ ഒന്നും കയ്യിലില്ല. ഇങ്ങനത്തെ സാധനം പൊക്കിപ്പിട്ട് അസൂയ. ദൈവം തന്നേനെ മര്യാദയ്ക്കിനെ വെച്ചാൽ മതി, മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ മതി. ആമേ. ഹല്ലേലൂയ. തരുന്ന അനുഗ്രഹത്തെ കൊണ്ട് പാസ്റ്ററിൻ്റെ കൈ കൊണ്ടുവരണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചെടുക്കാത്തതെല്ലാം അസൂയ മൂത്തിരിക്കണയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് നന്മയിലും പ്രാർത്ഥിച്ചു പോകണം. ആമേ. അസൂയ കാണിക്കരുത്. അനുഗ്രഹത്തെ അസൂയ കാണല്. ബൈക്ക് ബുള്ളറ്റ് കയറുകയാണ്, അവന് കുടുകൂടെ അടിച്ചാലേ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ മണ്ടയിൽ വേറെ സാധനത്തിനെ കയറ്റണം. മനസ്സിലായോ? അതിൻ്റെ മണ്ടയിൽ വേറെ സാധനം കെട്ടി, ഈ ചക്ക കെട്ടി വണ്ടി കൊണ്ടുപോകണ്ടിട്ടുണ്ടോ? അതിനെ ചക്ക വലിയ വരിക്കച്ചക്ക കുഴിച്ചക്ക കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അതുപോലെ കൊണ്ടുപോയാൽ അവന് ഇഷ്ടപ്പെടുകയുള്ളൂ. ഇത് 10 വരെ കൊണ്ട് പ്രദർശിപ്പിക്കണം. അങ്ങനെയുള്ള വണ്ടിയിൽ അവൾ കയറുകയുള്ളൂ. അസൂയാണേ, അസൂയാണ്. അസൂയെല്ലാം തീർന്നുകൊണ്ടിരിക്കുക. ജഡത്തിലെല്ലാം വരുന്നെല്ലാം ജഡത്തിൽ തീർന്നുകൊണ്ടിരിക്കുക. പലതും കിടക്കുക, പലയിടത്തും കയറി കിടക്കുക. ആശുപത്രിയിലോട്ട് പോയി നോക്കണം, മെഡിക്കൽ കോളേജിലും ഹോസ്പിറ്റലിലൊക്കെ നോക്കണം. അസൂയ കയറി തീർന്ന് ഒരു സൈഡ് തീർന്നതും മറു സൈഡ് തീർന്നതും തീർന്നുകൊണ്ടിരിക്കുന്ന അസൂയമൂർത്ത് പോക്കണ്ടില്ലേ? മറ്റുള്ളവരെ നെഞ്ചിലേക്ക് കയറുന്ന രീതിയിൽ അസൂയമൂർത്ത് പോകുമ്പോൾ വരുന്നു ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ഇന്ന് റോട്ടിറങ്ങാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റാത്തതിനെ എടുത്ത് അവൻ ഇത്രയേ ഉള്ളൂ, അവനെ കാട്ടിയുണ്ട്. റോട്ടിലൊന്നും അസൂയ കാണിക്കരുത്. ജഡത്തിൻ്റെ പ്രവൃത്തിയെ അത് അസൂയായി മാറുവാണെങ്കിൽ നമ്മളെ ശരീരം ആത്മാവിൽ കൺട്രോൾ ചെയ്യണം. ആത്മാവിൽ കൺട്രോൾ ചെയ്ത് ആത്മാവിന് കീഴ്പ്പെടാതെ ജഡത്തിലേക്ക് വരുമെങ്കിൽ അത് ചെന്ന് വീഴുന്ന വലിയൊരു ആപത്തിലേക്കാണ് വീഴുന്നത്. എത്രയോ കുഞ്ഞുങ്ങൾ തകർന്നുപോയ അനുഭവങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹം കണ്ട് എനിക്ക് ഒരിക്കലും ബുള്ളറ്റ് ഓട്ടിക്കാൻ ഇഷ്ടമില്ല. എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് ബുള്ളറ്റാണ് ഇഷ്ടം. അപ്പോൾ ശരി, അപ്പോൾ ആ വ്യക്തി ബുള്ളറ്റ് ഓട്ടിക്കുകയാണ്. അത് ഓട്ടിക്കുമ്പോൾ ഞാൻ അസൂയപ്പെട്ടൊരു കാര്യമില്ല, അത് ദൈവം കൊടുത്തതാണ്. പക്ഷെ മാന്യമായിട്ട് ഓട്ടിക്കണം. ആരെ നെഞ്ചത്ത് അത് കയറ്റി ഓട്ടിക്കരുത്, ആരെ വീട്ടിൻ്റെ അടുത്തോട് വെച്ച് പൊട്ടിക്കരുത്, ടപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ എത്തിയിട്ടുണ്ട്, ഒരു കല്യാണത്തിന് പോയി, ഒരു വിവാഹത്തിന് പോയപ്പോൾ, അപ്പോൾ ഒരു വേണ്ടപ്പെട്ട സ്ഥലത്താണ്, സ്ഥലം പറയുന്നില്ല,
അപ്പോൾ ഞാനിങ്ങനെ ദേവദാസനങ്ങൾ സംസാരിച്ചിട്ടിരിക്കുകയാണ്. കല്യാണം പയ്യൻ വന്നെത്തിയില്ല. ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് റൂമിലിരിക്കുകയാണ്. ഞാനും ദേവദാസനോട് സംസാരിച്ച് വേർതിരിക്കുക. കുറച്ച് സമയപ്പോൾ ഭയങ്കര ഇടിവെട്ടും പോലെ എൻ്റെ ഇവിടുത്തെ ബ്രദർ ഇറങ്ങി ഓടി. ഇടിവെട്ടും പോലത്തെ സൗണ്ട്. ഞാൻ ഇറങ്ങി ഓടണം, അടുത്ത് എന്തോ ഇവിടെ സംഭവിക്കണമെന്ന്. ഒരു 7-8 ബുള്ളറ്റ് കൊണ്ടുവന്ന് ഇവിടെ വിറപ്പിക്കുക. പയ്യൻ വന്ന് ഇറങ്ങിയതാ. പയ്യൻ ബുള്ളറ്റിൽ വന്ന് അവനെ പറപ്പിച്ച് എല്ലാവരും കിട്ടാൻ വേണ്ടി വന്നപ്പോഴെല്ലാം അവിടെ വെടിവെക്കുക കൊണ്ടിട്ട് ബുള്ളറ്റിൽ. അതിനെന്തെന്ന് പറയും? അപ്പോൾ അതിനെന്തെന്ന് പറഞ്ഞേ? റേസ് ചെയ്യണവർക്ക് അതറിയാൻ പറ്റും. ഈ റേസ് ചെയ്യുക, ടോപ്പ് ടോപ്പ് ടോപ്പ്, അത് കിടുങ്ങിപ്പോയി. ബ്രദർ വരെ ഇറങ്ങി ഓടണമെങ്കിൽ, എൻ്റെ കൂടെയുള്ള ദൈവദാസന് ഓടണമെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പറയണോ? ഓടിപ്പോകും. അതൊരു അസൂയല്ലേ. നമ്മൾ 10 പേര് കാണത്തക്ക വണ്ണം അതിനെ നമ്മളെ മറ്റുള്ള ഈ അറ്റാക്കുള്ളവനെ അപ്പോഴും തീരും. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തിന് വെയിറ്റിംഗ് ആണെങ്കിൽ വലുതായിട്ടൊന്നും വെയിറ്റ് ചെയ്യണ്ട. അടുത്ത 3 അറ്റാക്ക് ഉണ്ടെന്ന് പറയുന്നു. 2ാമത്തിൽ തന്നെ തീരെ സംഭവം. വലുതായിട്ട് ഈ സൗണ്ട് അങ്ങനത്തെ സൗണ്ടാ. നെഞ്ചാങ്കൂട്ടത്തോട് ഇടിയാ ചിടിക്കണത്. ഇടിക്കണ്ട. നിന്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണിത്. ഇത് ജഡത്തിൽ കാണിക്കുന്ന പ്രവൃത്തികളെ ആമേ അടുത്ത് പറയുന്നു. അത് ജഡത്തിൽ തന്നെ വരുന്ന ആമേ അസൂയയാ. അത് ജഡം കാണിക്കുന്ന പ്രവൃത്തിയാണ്. അടുത്ത് പറയുന്നു അസൂയ കഴിഞ്ഞാൽ മദ്യപാനം. ധൈര്യറ്റ് വായര്. മദ്യപാനം, മതി. മദ്യപാനം നിൽക്കട്ടെ, തുടങ്ങാം നമുക്ക്. മദ്യവയ്ക്കുന്ന ശീലം ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. മദ്യം യാതൊരു രീതിയിൽ വേണം ഉപയോഗിക്കാം. അതിലെ മദ്യം എങ്ങനെ വേണം ഉപയോഗിക്കാം? വെള്ളം ചേർത്ത് ഉപയോഗിക്കാം, വെള്ളം ചേർക്കാതെ ഉപയോഗിക്കാം. ലഹരി എന്ന് പറയുന്നതെല്ലാം മദ്യപാനമാണ്. നമ്മൾ ശരീരത്തിൽ ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം ജഡത്തിന് സുഖം കിട്ടുന്ന ഒരു കാര്യമാണ് മദ്യപാനം. കുടുംബത്തിൽ പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമാണ് കുറച്ച് മദ്യത്തിലേക്ക് ആശ്രയിക്കും. അത് അല്പം കഴിയുമ്പോൾ വീണ്ടും പോകും, വീണ്ടും അവളെ കെട്ടുതാലി ഊരും. അവസാനം പറഞ്ഞു, ഞാൻ എത്രയോ ഒരു സഹോദരി ചോദിക്കും, നിങ്ങൾ ബന്ധിക്കോസാണോ? അല്ല, ഭർത്താവ് ഊരിക്കൊണ്ട് പോയതാ. അപ്പോൾ കെട്ടുതാലി വരെ ഊരി വിറ്റ് മദ്യവയ്ക്കുന്ന കുടുംബത്തിൽ എത്രയോ സഹോദരന്മാരുണ്ട്. ഇന്ന് സഹോദരന്മാർ മാത്രമല്ല, നമ്മുടെ സിവിൽ സപ്ലൈയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ സഹോദരിമാരും സ്വന്തം അവരും കുപ്പി വാങ്ങിക്കുവാണ്ട് ക്യൂ നിൽക്കുന്ന അനുഭവം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും പാസ്റ്ററും പോയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ തരികടയും കഴിഞ്ഞ് കയറി വന്നതിൽ പാസ്റ്റർ വാങ്ങിക്കാൻ പോയില്ല, ഒരാളെ സഹായിക്കാൻ പോയതാ. ഇപ്പോഴല്ല, വരുന്നുമ്പേ. അപ്പോൾ സ്ത്രീകൾ ബൈക്കിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സ്വന്തം ഭർത്താവെന്നാ തോന്നുന്നു, സ്വന്തമെന്ന് പറയാം നമുക്ക്. ചെന്ന് ആണുങ്ങൾക്ക് എവിടെയും ക്യൂ ആണ്, തിയേറ്ററിലും ക്യൂ ആണ്. ടിക്കറ്റ് എടുക്കാൻ സഹോദരിമാർക്കാണ് എളുപ്പം, എവിടെയും എളുപ്പം സഹോദരിമാർ ഇറങ്ങി പെട്ടെന്ന് കുപ്പി വാങ്ങുന്നു, മറ്റുള്ളവർ വരിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരന്തസാരി നല്ല വീട്ടിലെ പിള്ളയായിട്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മളിവിടെ വരിയിൽ നിൽക്കുന്നത് മോശക്കാരും. മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നതും കുടിക്കുന്നതും അത് പാവമാണ്, ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇന്ന് മദ്യപിച്ചുകൊണ്ട് ആർക്കും ഹല്ലേലൂയ. മദ്യപാനം അത് പാപത്തിൻ്റെ സ്വഭാവമാണ്. ജഡത്തിനെ അത് ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നതല്ല, ജഡത്തെ തൃപ്തിപ്പെടുത്തുന്നതാണ് മദ്യപാനം ഒരു പരിഹാരമല്ല. മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും. എവിടെ സ്വസ്ഥത പോകും? നിങ്ങളെ കുടുംബത്തിൽ നാറും. എന്നുവെച്ചാൽ മക്കളെ മുമ്പിൽ നാറും. ഭാര്യയുടെ മുമ്പിൽ പിന്നെ പറയണ്ട. മക്കളെ മുമ്പിൽ ഉടുതുണിയില്ലാതെ നടക്കുന്ന അപ്പനമ്മമാരെന്ന് സമൂഹം നോക്കി പുച്ഛിച്ച് കാറി തുപ്പും. ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. എത്രയോ സഹോദരന്മാർ നമുക്കറിയാം, ഈ റോട്ടൊക്കെ പോകുമ്പോൾ ഒരു തുണി പോലും ഇല്ലാതെ റോഡ് വക്കിൽ കിടക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? സഹോദരിമാരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ന് പല കുടുംബത്തിനകത്തും മദ്യപാന ജോലിക്ക് 500 രൂപ ജോലി ചെയ്താൽ 600 രൂപയ്ക്ക് കുടിക്കുന്ന അനുഭവങ്ങൾ. വീട്ടിൽ വീട്ടിലത്തേക്ക് പട്ടിണി ദാരിദ്ര്യമാണെങ്കിലും അവർക്ക് അത് വിഷയമല്ല. മക്കൾ തിന്നോ, ഭാര്യ തിന്നോ, അമ്മ തിന്നോ, അപ്പൻ തിന്നോ എന്നുള്ള വിഷയമല്ല. അവർക്ക് ആ വിഷയം ചിന്തയുടെ ജഡത്തിൻ്റെ പ്രവർത്തന ജോലി ചെയ്യുക, കുടിക്കുക, ഓസിന് കിട്ടിയ കുടിക്കുക. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും മദ്യപാനം. രാത്രിയാകണ്ട, പകലെന്നാവണ്ട,
ഇരുട്ടാവുണ്ട്, എവിടെ യാതൊരു മറവില്ലെന്ന്. ഇപ്പം മറവൊന്നുമില്ല. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ, ഞാൻ ഉച്ച സമയത്ത് പോയ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ പെട്ടെന്ന് മുണ്ടവന്ന് വീണു ഒരു കുപ്പി ഈ ഉച്ച സമയത്ത്. എന്നിട്ട് അന്തസാരി എടുത്ത് വെക്കുകയാണ് അവൻ. ഇന്ന് അവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും കുടിക്കാം. മദ്യപാനം ശരീരത്തെ, അത് ജഡത്തിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്, ആത്മാവിനെ തൃപ്തിപ്പെടുന്നതല്ല. ജഡത്തിൻ്റെ മദ്യപാനം ഒരു പരിഹാരമല്ല. നിങ്ങൾ ജഡത്തിൽ കാണിക്കുന്നത് ജഡത്തിൽ തീരും. ഇന്ന് മദ്യപിച്ച് എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ജഡത്തിൽ മദ്യപിച്ച് എത്രയോ ശരീരങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. മദ്യപാനം കൊണ്ട് ലിവർ അടിച്ചു പോകുന്നുണ്ട്, പല അവയവങ്ങൾ നഷ്ടപ്പെടുന്നത് അമിതമായ മദ്യപാന കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മദ്യക്കുപ്പിയിൽ എഴുതി വെച്ചിട്ട് പോലും അവരെടുത്ത് കുടിക്കുന്നുണ്ട്. മദ്യപാനം പറയുമ്പോൾ തന്നെ സിഗരറ്റ്, ശംഭു, അമ്പു, ഇമ്പു, തമ്പു, ചെമ്പു, കരിമ്പു എല്ലാത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാരക വിഷമാണ്. ഇത് കൊടുക്കുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും പാവമാണ്. മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഒരിക്കലും നമ്മൾ വാങ്ങിച്ചു വയ്ക്കരുത്. ഒരിക്കലും അത് കുഴച്ച് കൊടുക്കരുത്. നമുക്ക് 10 രൂപയ്ക്ക് കിട്ടിയിട്ട് 100 രൂപ വെച്ച് വിറ്റ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലമുറയിലൊന്ന് വീഴും. ദൈവഹിതമില്ലാത്ത ഈ വർഷം ഞാൻ പറഞ്ഞു, ദൈവഹിതമില്ലാത്ത എൻ്റെ കയ്യിലൊന്നും വരല്ലേ. ഞാൻ എൻ്റെ തലമുടി പോലും ഒരു മുടിയിൽ പോലും വരാൻ പാടില്ല. എനിക്ക് അത്രയും ആത്മഭാരത്തോടെ ഞാൻ പറയുക. വന്ന സമയമുണ്ട്. ദൈവഹിതമില്ലാത്ത വന്നു കഴിഞ്ഞാൽ കുടുംബത്തിനകത്ത് സ്വസ്ഥത വരത്തില്ല. ദൈവഹിതം മദ്യത്തിലൂടെ സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ അത് വന്നതിൻ്റെ 16 മടങ്ങായിട്ട് പോകും. അതാരും അത് നിലനിർത്തത്തില്ല. എനിക്കറിയാവുന്നൊരു കേസ് ഞാൻ പറയാം. എൻ്റെ കുഞ്ഞിലേ അറിയാവുന്നൊരു ബന്ധു. എന്നാൽ അവർ കുടുംബത്തിൽ അപ്പനുണ്ട്, 2 ആൺമക്കളുമുണ്ട്. അങ്ങേരാണെന്ന് പറഞ്ഞാൽ സാധനം ഇറക്കി വിൽക്കുന്ന പരിപാടിയായിരുന്നു. പോലീസ് പിടിച്ചു ഇടിച്ച് ഒതുക്കി. പോലീസ് അപ്പനെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് മോൻ ചെന്ന് പരസ്യമായിട്ട് പോലീസിൻ്റെ കയ്യിൽ നിന്ന് അപ്പനെ പിടിച്ചു വാങ്ങിച്ചു. ഈ പോലീസ് ടീം വന്ന് അത്ര കൂടിപ്പോയി അന്നൊരു 10, 19, 20 വയസ്സേ ഉള്ളൂ. ഈ എല്ലാ പോലീസിൻ്റെ ഇടയ്ക്ക് ചെന്ന് അപ്പനെ ഇറക്കിക്കൊണ്ട് വഴിയിൽ നിന്ന് വണ്ടി ചെറുത്തിട്ട് മോയ് അപ്പനെ പിടിച്ചിറക്കി കൊണ്ടുവന്നു. പിന്നെ അവസാനം ഒളിവിലായിരുന്നു. ഭയങ്കര കേസായിരുന്നു. പോലീസിനൊരു അടിച്ചാണ് കൊണ്ടുവന്നത്. പക്ഷേ അവസാനം അപ്പൻ ഇടയ്ക്ക് മരിക്കുന്നു. മോനും ആയുസ്സറ്റില്ലാതെ മരിക്കുവാനിട വന്നു. പോലീസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ആസ്തികളും നോക്കി അവരിടിച്ച് ഞുറുക്കും. ദൈവഹിതമില്ലാത്ത നമ്മൾ ചെയ്താൽ അത് ജഡത്തിൻ്റെ പ്രവൃത്തി, അല്പസുഖം, അത് പെരുത്ത് അത് കഷ്ടമായി മാറും. അത് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസത്തിലേക്ക് മാറും. ഈ ലഹരി ചെന്നെത്തുന്നത് ഒരുപാട് പാപപ്രവൃത്തിയിലാണ്. അതുകൊണ്ട് മദ്യപാനം ഒരു പരിഹാരമല്ല. മദ്യം എന്നൊരു വിഷമാണ്. ഈ മദ്യപാനം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ജഡത്തിൽ ഫലം തോന്നും. അവർക്ക് 2 കൊടുക്കണമെന്ന് തോന്നും. അടുത്ത് നമുക്ക് എന്തെങ്കിലും ഓടാൻ തോന്നും. 2 വാങ്ങിച്ച് പിടിക്കാൻ തോന്നും. പിന്നെ ആരെല്ലാം മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന മദ്യപാനമാണ്. അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും നമുക്കറിയാം, നമുക്കുണ്ടെങ്കിൽ അത് ഒരിക്കലും അത് ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല. മദ്യപിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. മദ്യപിച്ചുകൊണ്ട് പള്ളി പോകാൻ പറ്റത്തില്ല. മദ്യപിച്ചുകൊണ്ട് തിരുവത്താഴെടുക്കാൻ പറ്റത്തില്ല. മദ്യപാനമുള്ള കുടുംബത്തിൽ ആരാധിക്കാൻ പറ്റത്തില്ല. മദ്യപാനമുള്ള കുടുംബത്തിൽ സമാധാനം കിട്ടത്തില്ല, സ്വസ്ഥത കിട്ടത്തില്ല. കാര്യം എന്താണ്? അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. കാര്യം എന്താണ്? അതിനകത്ത് ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് വെളിപ്പെടുന്നത്. ഈ ജഡത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചെന്നാണ് നമ്മൾ അതിനെ ബന്ധിക്കണം. ഹല്ലേലൂയ. അതിനെ പ്രാർത്ഥിച്ച് ദൈവകരണം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടതുപോലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അർദ്ധരാത്രി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വിഗ്രഹം ഉരുവിയതുപോലെ. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മദ്യപാനത്തിലെ കുടുംബങ്ങൾക്ക് ഒരു മാനസാന്തരം വരും. ദൈവം ചെയ്യുന്നതാണ്. ഇപ്പോൾ മദ്യപാനം കഴിഞ്ഞാൽ അടുത്ത് എന്താണ്? വെറിക്കൂത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ചാറ്റ്, ചീറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ദൈവഹിതമില്ലാത്ത പണം ഉണ്ടാക്കാൻ നോക്കിയാൽ പാവമാണ്. ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവഹിതമില്ലാത്ത പെട്ടെന്ന് നമുക്ക് ദൈവം തരാൻ ഒരാൾ വെച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവം തരാൻ നമുക്ക് കൃത്യമായി തരും. അത് ഉറപ്പാണ്. ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കാൻ നിശ്ചയിച്ചിരുന്ന ദൈവം അത് യാതൊരു ദൈവം കൃത്യമായി തരും. അത് എങ്ങനെയാലും തരും. അത് ഉറപ്പാണ്. ദൈവഹിതമില്ലാത്ത പ്രവർത്തികളെ ജഡികമായി ചിന്തിക്കുന്നത് വെറിക്കൂത്തുകളെ പറയുന്നു. ഹല്ലേലൂയ. അത് ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്.
ഗലാത്യ ലേഖനം 5:21 ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, 5:21 നമ്മൾ വായിച്ചു. മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. റോമർ 8:4 8 മുതൽ റോമർ 8:4 മുതൽ നമുക്ക് വായിക്കാം. റോമർ ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി, നോക്കണം, ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഒന്ന് പറഞ്ഞ, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കണം, നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ട തന്നെ. അടുത്ത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ആത്മാവിന് ചിന്ത, ജഡത്തിലുള്ളവർ ജഡത്തിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, ഇപ്പൊ പെട്ടെന്ന് പോയിരുന്നെങ്കിൽ അവിടെ തുണി നനച്ചിരുന്ന് അപ്പുറത്ത് വീട്ടിൽ 10 കാര്യം പറയായിരുന്നു. ഇങ്ങനെ ജഡ ചിന്തിക്കും. പക്ഷെ ആത്മാവിന് പറയും, ഈ ആരാധന തീരായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആരാധിക്കായിരുന്നു, സമയം പോവല്ലേ എനിക്ക് കുറച്ചുകൂടെ പ്രാപിക്കണം എന്ന് പറയും. അത് ആത്മാവിലുള്ളവൻ. ജഡത്തിലുള്ളവർ പറയും, എന്താ പറയുന്നത്, ഇതെങ്ങനെയാണെന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ പോവായിരുന്നു, ഇവിടെ പോകാതെ ചിന്തിക്കും. അപ്പോൾ ജഡത്തിലുള്ളവൻ ജഡത്തിൽ ചിന്തിക്കുന്നു, ആത്മാവിൽ ചിന്തിക്കുന്നു. വായിച്ചേ. ജഡത്തിന്റെ ചിന്ത മരണം, ജഡത്തിൽ ചിന്തിച്ച മരണം. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം കാണിക്കുന്നു. ജഡത്തിൽ നിന്ന് ചിന്തിക്കുന്നതെല്ലാം ദൈവത്തോട് ശത്രുത്വമാണ്. ജഡം കീഴ്പ്പെടുന്നില്ല, ജഡം അനുസരിക്കുന്നില്ല, ജഡം പാപം ചെയ്യിക്കുന്നു. ആത്മാവ് പറയും പോലെ കേൾക്കുന്നില്ല. പാപം ചെയ്യലെന്ന് പറഞ്ഞാൽ ജഡം വലിച്ചു കൊണ്ടുപോകും. അത് ദൈവത്തോട് ശത്രുത്വം കാണിക്കുന്നുണ്ട്. മനസ്സിലായി? ഒത്തിരി സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ പറയും, എനിക്ക് ജീവിക്കാനൊക്കെ അറിയാം, നിങ്ങളെന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നല്ല ശരീരം തന്നിട്ടുണ്ട്. പലരും ശരീരം കണ്ട് എന്തെങ്കിലും അട്ടഹസിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട. നിന്റെ ശരീരം കണ്ട് ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദൈവ പൈതലേ ഒരു കേട്ട സാക്ഷ്യമാണ്. ഈ സിസ്റ്ററിന് 36 വയസ്സേ ഉള്ളൂ. ഒരു കുടുംബത്തിൽ ഏറ്റവും സുന്ദരിയാണ്, വിദേശത്തൊക്കെ പോയിട്ടുണ്ട്, ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ അനുസരിക്കാതെ ശരീരത്തെ അത്രത്തോളം പ്രാധാന്യം കൊടുത്തു, അനുസരിക്കാതെ. എന്നോട് പരസ്പരം, പാസ്റ്റർ ഞാൻ പാപം ചെയ്തു പോയി. ഭർത്താവ് വേറെ വഴിതെറ്റി ജീവിച്ചപ്പോൾ അതിന് പരസ്യമായിട്ട് ഭാര്യയും വഴിതെറ്റാൻ തുടങ്ങി, പാപം ചെയ്തു. ശരീരം കൊണ്ട് അത്രത്തോളം അമ്മ പറഞ്ഞു, ഞാൻ ജീവിക്കും. ഇല്ല, അതൊരിക്കലും നമുക്ക് ജഡം പറയുന്നൊരു കാര്യമാണ്. എന്നാൽ എപ്പോഴാണ് ഒരു പ്രശ്നം വരെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴാണ് നമ്മുടെ ശരീരം ഒരുപോലെ ഇരിക്കത്തില്ല. പ്രായങ്ങൾ കഴിയും. 18 വയസ്സല്ല, 18 വയസ്സിൽ നിന്നും അടുത്ത 19 ആകും, 20 ആകും, 21 ആകും, അടുത്ത 50 ആകും, 60 ആകും. ഈ വയസ്സ് കഴിയും തോറും ജഡം ജീർണികളെ ചുളുങ്ങി സൗന്ദര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, ജഡം നിന്നെ കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുമ്പോൾ, ആത്മാവിൽ സൗന്ദര്യം വിളിച്ച് പറയും, എൻ്റെ ദൈവത്തോട് ഞാൻ ചേർന്നുകൊണ്ടിരിക്കുന്നു. ആത്മാവിൽ സൗന്ദര്യത്തെ തിരിച്ചറിയണം. ജഡത്തിന്റെ സൗന്ദര്യത്തെ നീ താൽക്കാലം എന്ന് കാണുമ്പോൾ ജഡം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വായിച്ചേ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം കാണിക്കുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അത് ദൈവത്തിന്റെ ന്യായപ്രമാണ ജഡം കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക്
ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നോക്കിക്കോളെ, ജഡസ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ജഡത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ്, സിസ്റ്ററെ നിങ്ങൾ മാനസാന്തരപ്പെട്, പാപങ്ങൾ ഉപേക്ഷിക്ക്, നിങ്ങൾ വിഗ്രഹാരാധന ഉപേക്ഷിക്ക്, അത് തിന്നൽ ഇത് തിന്നൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ ഇതൊന്ന് ഇന്ന് ആരെങ്കിലും വിട്ടുകൊടുക്കാതെ മസിൽ പിടിച്ചിരിക്കുന്ന അവരെ നോക്കി പറയുക, നീ ജഡത്തിലെ മേൽ അടിമയായിരിക്കുന്നു. സിസ്റ്ററെ മാനസാന്തരപ്പെട്. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് കുറേ കൂടെ കുടിക്കാനുണ്ട്, എനിക്കെല്ലാം ക്രമീകരിച്ച് നോക്കി ചെയ്യാനുണ്ട്. ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്, ജഡചിന്തയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജഡം നമ്മളെ ഒരിക്കലും ആത്മീയയിൽ കൊണ്ടുവരത്തില്ല. ജഡം എപ്പോഴും ആത്മാവിന് വിരോധമായി സംസാരിക്കും. ജഡം എപ്പോഴും ആത്മാവിന്, നിങ്ങൾ പറയുമ്പോൾ വചനം പറയുമ്പോൾ ആത്മാവിനെന്ന് പറയുമ്പോൾ ജഡം സമ്മതിച്ചു കൊടുക്കത്തില്ല. തെറ്റാണ് കേട്ടോ, അങ്ങനെ സമ്മതിക്കല്ല്, പോവരുത്. നമുക്ക് വേറെയും കാര്യമുണ്ട്, നമ്മളെ കുടുംബത്തിൽ കല്യാണം നടക്കും, അടിയന്തരം നടക്കും, നമുക്ക് ഇഡലിയും രസവടയൊക്കെ കഴിക്കണ്ടേ, അവിടെ നടക്കുമ്പോൾ നമുക്ക് തിന്നണ്ടേ, അതൊക്കെ തിന്നണ്ടേ, നീ സമ്മതിച്ചു കൊടുക്കരുതേ. അവിടെ നടക്കുമ്പോൾ ഇഡലിയിലും രസവടയൊക്കെ ഭയങ്കര ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരും തിന്നുമ്പോൾ നിന്നെ വിളിക്കും, എന്തടി വേണ്ടേ, പിന്നെ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പോകുന്നത് വേർപെടേണ്ടത് നീ വേർപെടണം. അത് അന്തസ്സായിട്ട് നീ യേശുവിൻ്റെ മകളെന്ന് പറയാൻ ഒരു കൃപ വേണം. ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് മരണത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ജഡപ്രവൃത്തികൾ വിട്ടുകൊടുക്കരുത്. ജഡം നമ്മളെ നിയന്ത്രിക്കുന്നത് ആത്മാവാണ്. നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് ജഡമാകരുത്, ജഡമാകരുത്, ആത്മാവായിരിക്കണം. അത് മറ്റൊരാൾ നിയന്ത്രിക്കുന്നത് ആത്മാവ് നിയന്ത്രിക്കണം. ജഡത്തിൻ്റെ പ്രവൃത്തികളെ അത് മനസ്സിലാക്കണം. അടുത്ത വായിച്ചേ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. നിങ്ങൾ വസിക്കുന്നു എന്ന് അറിയുന്നെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ജഡസ്വഭാവം അല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ആത്മസ്വഭാവത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവരല്ല. ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുന്നവർ ദൈവത്തിനുള്ളത്. സ്വീകരിക്കാത്ത വചനം വിളിച്ചു പറയുന്നു അവനുള്ളതല്ല. ഇത് ഞാൻ പറയുന്നതല്ല, ബൈബിൾ വിളിച്ചു പറയുന്ന കാര്യമാണ്. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചില്ല എങ്കിൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല എങ്കിൽ, നിങ്ങളെ ജഡം ഇപ്പോൾ നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പറ, ഞാൻ വിട്ടുകൊടുക്കും. ജഡത്തെ ഞാൻ പിടിച്ച് ചവിട്ടി എൻ്റെ കാൽക്കലാക്കും. ജഡത്തെ നമ്മൾ കാൽക്കലിൽ കൊണ്ടുവരണം. ക്രിസ്തു യേശുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളതല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. നോക്കണം, ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. 10ാമത്തെ വാക്യത്തിൽ പറയുക, ക്രിസ്തു നിങ്ങൾ ഉണ്ടെങ്കിലും ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. 11ാമത്തെ വാക്യം വായിക്കേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ, നോക്കോളെ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ ജഡത്തിൽ നിന്നും. യേശുവിനെ എവിടെ നിന്നാ ഉയർപ്പിച്ച? ജഡത്തിൽ നിന്നും. ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് ഉയർപ്പിച്ച നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. യേശുവിന്റെ ജഡത്തെ, യേശുവിനെ ക്രൂശിച്ചു അടക്കപ്പെട്ട ജഡത്തോട് അടുത്തൊരു പുനരാർത്ഥത്തോടെ ഉയർത്തെഴുന്നേറ്റതുപോലെ ഇന്നും നമ്മൾ വചനം പറയുന്നു, നിങ്ങളെയും ജീവിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയാ. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയാ. നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവം. ആത്മാവിലെ ജഡത്തിലല്ല, ആത്മാവിനെ ജീവിപ്പിക്കുന്ന ദൈവം.
ഇന്നത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ജീവൻ വന്ന് വീഴുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വിടുതൽ സംഭവിക്കുന്നുണ്ട്. ആത്മാവിലെ ജഡത്തിന്റെ പ്രവൃത്തി അഴിയുന്നുണ്ട്. നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ചില രോഗബന്ധനങ്ങൾ അഴിയുന്നുണ്ട്. പിടിച്ചെടുത്തോ, 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 പിടിച്ചെടുത്തോ. രോഗത്തിന്റെ മേൽ ശരീരത്തിൽ വ്യാപരിക്കുന്ന ചില രോഗത്തിന്റെ കെട്ടുകൾ, ശരീര രോഗബന്ധനങ്ങൾ അഴിയുന്നുണ്ട്. യെസ് 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 യെസ്. പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിടിച്ചെടുത്ത ശരീരത്തിൽ വ്യാപരിക്കുന്ന ചില ദുരാത്മാവിന്റെ ശക്തികൾ, നിന്നെ ദണ്ഡിപ്പിക്കുന്ന, നിന്നെ തകർക്കുന്ന അനുഭവങ്ങൾ മാറട്ടെ. ഓ ശബ രീഗ മാന ദീന രഗന അത്തല ബൗഡവ രംദര ബൗഡ ശരീരത്തിന്റെ മേൽ വിടുതൽ സംഭവിക്കുക. യേശുവിനെ ഉയർത്തെഴുന്ന ജഡത്തില് നിന്നെ ദണ്ഡിപ്പിക്കുന്ന ജഡത്തിന്റെ ബന്ധനങ്ങൾ അഴിയുന്നു. ജഡത്തിൽ നിന്ന് അഴിയുക. ജഡത്തിൽ ദണ്ഡിപ്പിക്കുന്ന ചില രോഗങ്ങൾ അഴിയുക. ഉയർത്തിയപ്പോ യേശുവിനെ കരം പിടിക്കുന്നുണ്ട് സിസ്റ്ററെ. യേശുവിനെ കരം പിടിക്കുന്നുണ്ട്. യേശു തൊടുക നിന്നെ. യേശു തൊടുക. യേശു തൊടുക നിന്റെ ശരീരത്തിൽ നിന്ന്. ശരീരത്തിൽ നിന്ന് പാപം മുഖാന്തര ശരീരത്തിൽ ആയിരിക്കുന്ന പാപബന്ധനം യേശു അഴിക്കുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. ജഡത്തിന്റെ പ്രവൃത്തി അഴിയട്ടെ. ആത്മാവിനെ കയറട്ടെ. ജഡത്തിന്റെ പ്രവൃത്തി അഴിയട്ടെ. യെസ്. നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുത്താട്ടെ. നിങ്ങളുടെ ജഡത്തെ വിട്ടുകൊടുത്താട്ടെ. ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഒരു അത്ഭുതം സംഭവിക്കട്ടെ. നിങ്ങളുടെ ശരീര രോഗത്തിന്റെ കെട്ട് അഴിയട്ടെ. പാപം പാപം പാപം. പാപം 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 പാപം. ശരീരത്തിന്റെ മേൽ ശത്രു ബന്ധിച്ചു വെച്ചത്, വർഷങ്ങളോളം ബന്ധിച്ചു വെച്ചതിനെ യേശു വിടുവിക്കുന്നുണ്ട്. നീ യേശുവിനെ വിട്ടുകൊട്. നിന്റെ ശരീരത്തെ വിട്ടുകൊട്. ആത്മാവിനൊന്ന് കയറ്. നിന്റെ ശരീരങ്ങളെ വിട്ടുകൊടുത്ത് ആത്മാവിനൊന്ന് കയറിക്കട്ടെ. ഒരു ദൈവ പ്രവൃത്തി നിന്റെ ശരീരത്തിൽ സംഭവിക്കട്ടെ. വിട്ടുകൊടുത്തോ, വിട്ടുകൊടുത്തോ, ശരീരം വിട്ടുകൊടുത്തോ. രോഗിയുടെ മേൽ സൗഖ്യം നടക്കുക. ഇതിനകത്ത് വന്നിരിക്കുന്ന ദൈവ പൈതലേ, ഈ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. യെസ്. ശരീരത്തിന്റെ മേൽ വിടുതൽ സംഭവിക്കട്ടെ. നിങ്ങളെ ശരീരങ്ങളെ ദണ്ഡിപ്പിച്ച് പാപത്തിൽ കിടക്കുന്ന ശരീരത്തെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുന്നു. യേശു വിടുവിക്കുന്നുണ്ട്. നിന്റെ ശരീരത്തെ രോഗമായിരിക്കുന്ന രോഗം കൊണ്ടിട്ടുന്ന അവസ്ഥകളെ ശരീരത്തിൽ വിടുതൽ സംഭവിക്കുന്നുണ്ട്. ശരീരത്തെ വചനം ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇന്ന് ശരീരത്തിനകത്ത് രോഗങ്ങളായി, ഞാനൊരു വചനം ആത്മാവിനോടൊരു കാര്യം പറയുന്നു. നിങ്ങളുടെ ശരീരത്തിനകത്ത് രോഗമാണെങ്കിൽ അത് പാപം കൊണ്ടാണ്. ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ ശരീരം ഇന്ന് രോഗമാണെങ്കിൽ
പാപം കൊണ്ടും വന്നിരിക്കാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നീ ചെയ്ത മുഖാന്തരം നിനക്ക് തന്നത്, ജഡം തന്നത് സുഖമല്ല, പാവമാണ്. പക്ഷേ ആത്മാവ് തരുന്ന നിത്യരക്ഷയാണ്. ജഡം തരുന്നത്, നമ്മൾ പാപം ചെയ്യുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നൊരു കാര്യം, നിന്നെ ജഡം കൊണ്ട് ചിന്തിച്ചാൽ, ജഡം കൊണ്ട് നിന്നെ ചിന്തിച്ച് ചെയ്യിക്കുന്നത് കാര്യം നിന്നെ ചെയ്യിക്കുന്നത് പാപത്തിലേക്ക് വലിച്ചിടും. പാപം വലിച്ചിട്ട് കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ഈ പാപത്തെ കൊണ്ട് ഒരിക്കലും ഉയർന്നു വരാൻ പറ്റത്തില്ല. പാപം ഇവിടെ തന്നെ കത്തി അമരും. ഇവിടെ തന്നെ പാപം ഇവിടെ തന്നെ കത്തി അമരും. നിന്റെ ശരീരത്തിൽ അത് പാപം പൊന്തി വരും. പാപം പല രോഗമായിട്ട് മാറും. പാവം ചില ക്യാൻസർ ആയിട്ട് മാറും. പാവം ചില മുഴയായിട്ട് മാറും. പാവ കിഡ്നി രോഗമായിട്ട് മാറും. പാവം അസ്ഥി രോഗമായിട്ട് മാറും. പാവം പലതിനെ തകർത്തുകൊണ്ടിരിക്കുമ്പോ പാവം 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 ഇന്ന് പലതിനെ വിളിച്ചു പറയുന്നു. ആത്മാവിൽ പറയുന്ന കാര്യം, ഇന്ന് ശരീരത്തിന് പാപത്തിന് വിട്ടുകൊടുക്കാതെ ആത്മാവിന് വിട്ടുകൊടുത്ത് ജഡത്തെ, ഇനി പറ, ഇന്നലെ വരെയും ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്തു. ഇവിടെ വിശുദ്ധൻ ഒന്നുപോലുമില്ല ദൈവമല്ലാതെ. ആമേ, വിശുദ്ധൻ ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു മാത്രം. ആ ദൈവസന്നിധിയിൽ ഞാൻ പറയുന്നു, എന്നെയും നിന്നെയും ഒന്ന് കഴുകുവാൻ, ഒരു മാനസാന്തരത്തിലൂടെ അവിടുത്തെ രക്തം കൊണ്ട് കഴുകുവാൻ, എൻ്റെ ശരീരം, ഈ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരമാക്കി മാറണമെങ്കിൽ എൻ്റെ ശരീരത്തെ പാപത്തെ തുടച്ചു കളയുവാൻ നിനക്കൊരു മനസ്സുണ്ടാവണം, എനിക്കൊരു മനസ്സുണ്ടാവണം. നിന്റെ ജഡത്തിൻ്റെ പാപത്തെ ഉപേക്ഷിക്കുവാൻ നിനക്കൊരു മനസ്സുണ്ടാവണം, എനിക്കും ഒരു മനസ്സുണ്ടാവണം. പരസ്പരങ്ങൾ പാപം ചെയ്യത്തക്കവണ്ണം ശരീരത്തിൽ പൊന്തി വരുന്ന അനുഭവങ്ങളെ നമ്മൾ ക്രൂശിക്കണം. ജഡ അഭിലാഷം, അതാ വിളിച്ചു പറഞ്ഞ ജഡ അഭിലാഷം, കൺമോഹം. ആമേ, കണ്ണിനെ മോഹിപ്പിക്കുന്നത് പലതും മോഹിപ്പിക്കും. ഒന്ന് നോക്കിയാൽ അടുത്ത്, ഒന്ന് നോക്കിയിട്ട് കുഴപ്പമില്ല, രണ്ടാ നോക്കിയാൽ പാവമെന്ന് പറയും. ബൈബിൾ പറയുന്ന കാര്യമാണ്. ഒന്ന് നോക്കി കുഴപ്പമില്ല, രണ്ടാതെ നോക്കിയാൽ പാവമാണ്. അത് ആത്മാവിനുണ്ടല്ല, ജഡം കൊണ്ട് ചിന്തിക്കുകയാണ്. പിന്നെ അത് എപ്പോഴും വേണം, അതിനിങ്ങനെ സ്കാച്ച്, എനിക്ക് സ്കാച്ച് വേണം 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 വേണം. ആമേ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ മേൽ വന്നു വീഴും. അത് ശരീരത്തിന് മേൽ വന്നു വീഴുന്ന ശരീരത്തിനെ ദണ്ഡിപ്പിച്ച് അത് രോഗിയാക്കും. പാപബോധമുണ്ടാവണം, പാപത്തെക്കുറിച്ച് ബോധമുണ്ടാവണം. എത്ര സൗന്ദര്യം നമുക്ക് തന്നാലും, എത്ര ആരോഗ്യം തന്നാലും, രക്തത്തളപ്പുള്ളപ്പോൾ നമ്മളൊന്നും ചിന്തിക്കത്തില്ല ദൈവ പൈതലേ. ഹല്ലേലൂയ. ദൈവം നമുക്ക് ആരോഗ്യമുള്ള സമയത്തും നല്ല പ്രായത്തിലൊക്കെ പറഞ്ഞാൽ ഇതൊന്നും കേൾക്കുവാൻ ജഡം വിടത്തില്ല. കാര്യം എന്താണ്? ജഡത്തിനകത്തൊരു സാധനം കയറിയിരിപ്പുണ്ട്. എന്താണ്? കൊഴുപ്പ്. ഇതും കൂടെ വരുന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ നിൽക്കത്തില്ല. ഹല്ലേലൂയ. കൊഴുപ്പ് പാവമായി മാറുന്നുണ്ട്. പലതിനെയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ജഡത്തിൽ ചിന്തകളെല്ലാം നമ്മളിന്ന് ദൈവസന്നിധിയിൽ സറണ്ടർ പറഞ്ഞ് ഒന്ന് അടിയറ പറഞ്ഞാൽ മാത്രമേ ആത്മാവിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ദൈവത്തെ അതിമറന്ന് അനുസരിക്കാൻ കഴിയാതെ ജഡത്തെ നമുക്ക് കീഴ്പ്പെടുത്തണം. നിങ്ങളുടെ ജഡത്തെ നിങ്ങൾ കീഴ്പ്പെടുത്തണം. നിന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ നീ ഒരു ദൈവ പൈതലല്ല. എൻ്റെ ശരീരത്തെ ഞാൻ കീഴ്പ്പെടുത്തിയില്ല എങ്കിൽ ഞാനൊരു ദൈവ പൈതലല്ല. അതിനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ചു പൗലോസ് പറഞ്ഞു, ഞാൻ ഉപവസിച്ചു ഞാൻ എൻ്റെ ശരീരത്തെ അടിമയാക്കി. പൗലോസിന്റെ ഭാഷ ഇങ്ങനെ പറഞ്ഞതല്ലേ, ഞാൻ ഉപവസിച്ച് എൻ്റെ ശരീരത്തെ അടിമയാക്കി ക്രിസ്തുവിൽ. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുക്കരുത്. ആമേ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. അത് ജഡത്തിൻ്റെ സ്വഭാവമാണ്. മോഹം ഗർഭം ധരിക്കരുത്. നല്ല ഗർഭമായിരിക്കണം. മോഹങ്ങൾ ഗർഭം ധരിച്ചാൽ പാപം പ്രസവിക്കും. ദൈവ പൈതല്ലേ, ഇന്ന് ആരെങ്കിലും കാണുമ്പോൾ നമുക്കറിയും, എവിടെ കല്യാണം കഴിച്ചേ കൊള്ളായിരുന്നു, അവനെ കഴിച്ചേ കൊള്ളായിരുന്നു. 1 കെട്ടിയാലും പോരാ, 10 കെട്ടിയാലും പോരാ, എത്ര കെട്ടിയാലും പോരാ. അവസാനം കെട്ടിക്കെട്ടുന്നതിന് എല്ലാവരും കൂടെ വലിച്ചു കെട്ടിയെടുക്കുന്നൊരു കാലം വരും. നിങ്ങളോടല്ല ഞാൻ പ്രസംഗിക്കണേ. നിങ്ങൾ ആരും ഏറ്റെടുക്കരുത്. ഇവിടെ ഇരിക്കുന്ന ആരും ഏറ്റെടുക്കല്ല്. ഈ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടും
യൂട്യൂബ് ചാനലിലൂടെയും മന്നാ ടിവിയിലെ മീഡിയയിലൂടെ പറയുന്ന ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന ദൈവവേദനെ, നീ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചാൽ നീ ദൈവ സന്നിധിയിൽ ആമേ കണക്ക് പറയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പതിനാലാം വാക്യം. ദൈവാത്മാവ് നടത്തുന്നവൻ, ദൈവാത്മാവ് നടത്താൻ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിന്റെ മക്കളാവുന്നു. കൈ പിടിച്ച് പറ. അടുത്തിരിക്കുന്നവർക്ക് നല്ല കൈ കൊടുത്ത് പറയണം, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഇന്ന് എൻ്റെ ചാനലിൽ കൂടെ കേൾക്കുന്ന ഓരോരുത്തരും, യൂട്യൂബിലൂടെയും മന്നാ ടിവിയിലൂടെയും മീഡിയയിൽ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഞാൻ പ്രസംഗിച്ചത് ആമേ നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ കേൾക്കാൻ കഴിയാതെ ഒരു കൂട്ടർക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്നവർക്ക് വേണ്ടിയല്ല. ദൈവത്തെ അനുസരിക്കാതെ ആമേ സന്ധ്യ സമയത്ത് ഇരുട്ടുമ്പോൾ ഒരു സാരി എടുത്ത് ഉടുത്ത് ലിപ്റ്റിക്കും അടിച്ച് ചെലങ്കയും അടിച്ച് ആമേ ഇരുട്ടത്ത് ഇങ്ങനെ കുണുങ്ങി നടക്കുമ്പോൾ അവരെ നോക്കി ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, നിന്നെ പോക്കാം. ഒന്ന് ഇരുട്ട് വന്നാൽ മതി സാരി എടുത്ത് കൊടുക്കാൻ. ആണ് പെണ്ണാകുന്നു, പെണ്ണാണാകുന്നു. പാവമല്ലേ, പാവമല്ലേ, ജഡത്തിൻ്റെ പ്രവൃത്തിയല്ലേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പറയുന്നു, ജഡത്തിൻ്റെ അഭിലാഷം ആത്മാവിന് വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ഇച്ഛിക്കുക ചെയ്യണം, അവ തമ്മിൽ പ്രതികൂലമല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നിങ്ങളെ ആത്മാവിലേക്ക് നയിക്കുന്നവർ ഏവരും ആരാ? ദൈവമക്കളാണ്. ജഡത്തിലേക്ക് നയിക്കുന്നവരാരെല്ലാം ജഡത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ മക്കൾ. പറയുന്നുണ്ട്, ജഡത്തിൽ ചെയ്യുന്നതെല്ലാം, ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന ആരാ? പിശാച് തന്ത്രം പറയും. നമുക്ക് ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന കാര്യങ്ങളാണ് വിഗ്രഹാരാധന, ദുർനടപ്പ്, അശുദ്ധി, പിണക്കം, ദ്വന്ദ്വപക്ഷം, എല്ലാം ഇതിനകത്ത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ഇതൊക്കെ ചെയ്യിക്കുന്ന ഒരാളുണ്ട്. ഒരാളെ പേരാണ്, പിശാചിനൊരു പേരുണ്ട്, ലൂസിഫർ. അവൻ്റെ തന്ത്രങ്ങളാണ്. അവൻ ജഡം കൊണ്ട് ചെയ്യുമ്പോൾ ആത്മാവ് കൊണ്ട് നടത്തുന്നവർ ആത്മാവിലുള്ളവരാ. നമ്മൾ ആത്മാവെന്ന് പറയുക ഏത് ആത്മാവ്? പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിൻ്റെതാ. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലേക്ക്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിലേക്ക് കൊയ്യത്തുള്ളൂ, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ കൊയ്യും. അതുകൊണ്ടാണ് ഈ വർഷത്തെ ദൂത്, 2024 ദൂത് ഞാൻ വിളിച്ചു പറഞ്ഞു, ആത്മാവിൽ നിറയുന്നവൻ ഭൗതികത്തിലെടുക്കും. ഈ വർഷത്തെ ആദ്യത്തെ ദൂത, ആത്മാവിൽ നിറയുന്നവൻ ഭൗതികത്തിലെടുക്കും. ഭൗതികത്തിൽ നിറഞ്ഞ ആത്മാവിലെടുക്കൂല, ഒരിക്കലും എടുക്കൂല. നിങ്ങൾ എഴുതിയിട്ടോ, ഭൗതികത്തിൽ നിറയുന്നവൻ ആരും പാവം ചെയ്തിട്ട് ഇനി അവളെ കൊന്നിട്ട് കുറച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം പോക്ക് തന്നെ. മറ്റവൻ്റെ തല വെട്ടിയിട്ടാണ് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കാര്യം പറയണ്ട. അതെല്ലാം ഭൗതിക ഇല്ല. ആത്മാവിന് നിറയണം. ആത്മാവിന് നിറയെ, പരിശുദ്ധാത്മാവിന് നിറയെ. അത് ആത്മാവിലുള്ളതാണ്. ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ, ജഡത്തിൻ്റെ രീതികൾ, അത് പിശാചിൻ്റെ വഴിയാണ്. ജഡത്തിൽ ചെയ്യുന്നതെല്ലാം നമ്മുടെ ഇഷ്ടമല്ല, അവൻ തന്ത്രമാണ്. അങ്ങനെ ഒരാളെ വഴിതെറ്റിച്ച ഒരു വ്യക്തി കൊണ്ട് ബൈബിളിൽ നോക്കുമ്പോൾ നിങ്ങൾ പറയും, ആരെങ്കിലും പറയും, അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തുന്നത് ബ്രദറെ എന്ന് പറഞ്ഞാൽ ഞാൻ ബൈബിളിൽ നിന്ന് ഒരാളെ പരിചയപ്പെടുത്തരാം. ജഡത്തിൽ നിന്നും ഒരാളെ വഴിതെറ്റിച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഹൗവേ, ആദാമിനെ അല്ല, ഹൗവ. നമ്മുടെ ഹൗവ അമ്മാമ്മയുടെ അടുത്ത് പോകാം. ഹൗവ അമ്മയുടെ ചോദിക്കുകയാണ്, എന്താ അമ്മാമ്മേ ജഡത്തിൽ വീണ് പോയത്? അത് പിശാചു പറഞ്ഞു, ഈ പഴം തിന്ന ദൈവത്തെ പോലെ ആകുമെന്ന് എനിക്ക് തിന്നാൻ മോഹം തോന്നി, കൊതി തോന്നി. പല കൊതിയും തന്നെയാണ് ഇന്ന് മൂട്ടി വീണത്. എന്തെങ്കിലും കാണുമ്പോൾ കൊതി അങ്ങ് നിർത്തണം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. തൃപ്തിപ്പെടണം. ദൈവം തന്ന അനുഗ്രഹത്തിൽ ഒന്നായാലും തൃപ്തിപ്പെടണം. അനുഗ്രഹത്തിൽ തൃപ്തിപ്പെടണം. തൃപ്തിപ്പെടാതെ ചില കണ്ണ് നിറയെ എത്ര കണ്ടാൽ തൃപ്തിപ്പെടില്ല. ഇല്ല. ഹൗവയെ തെറ്റിച്ച പിശാച് നിന്റെ അടുത്തുമുണ്ട് നിന്നെ തെറ്റിക്കുവാൻ. ഹൗവയെ വലിച്ചിറക്കി ഏദൻ തോട്ടത്തിൽ നിന്നും വലിച്ചിറക്കി നിലത്തടിച്ച പിശാച് ഇന്നൂടെ ഉണ്ട്. അല്ലേ? ഏദൻ തോട്ടത്തിനകത്തുനിന്നും വലിച്ചിറക്കി നിലത്തടിച്ചു. ആരടിച്ചു? പിശാച്. ആ പിശാച് അങ്ങും ഇങ്ങോട്ട് കൊണ്ട് ഉലത്തിക്കൊണ്ടിരിക്കുക. ആ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കണം. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. പറയും നമുക്കിങ്ങനെ നിന്നിരുന്നാൽ പോരാ, മഴ പെയ്യാണ്, അവിടെ വിറവ് വന്ന് വീഴാണ്, അവിടെ ചെന്ന് കുറച്ച് വിറവ് ആരാന്ന് പറയും. പറ്റുമെങ്കിൽ 2 വിറവിടെ ഓടിക്കാമെന്ന് പറയും. അന്യായമല്ലേ? ഹല്ലേലൂയ. തേങ്ങ വീഴണ്, 2 തേങ്ങയോടെ നമുക്ക് ഒതുക്കിയെടുക്കാം. അന്യായമല്ലേ? ജഡത്തിലൊക്കെ ചിന്ത പലതും വരും. പല ചിന്തകളും ജഡത്തിൽ വരുമ്പോൾ അത് മനസ്സിലാണ് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല. അത് ജഡത്തിന്റെ പ്രവൃത്തിയാ ഇങ്ങനെ പല വഴിതെറ്റിക്കുന്നത്. ഹൗവയെ വഴിതെറ്റിച്ചു. സ്വസ്ഥമായി ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രം എടുത്തു. ദൈവമാക്കി വെച്ച സ്ഥലത്ത് ഏദൻ തോട്ടത്തിൽ സുഖമായി സന്തോഷമായി ആദാം ഹൗവയായിട്ട് ജീവിച്ചിരുന്നപ്പോൾ പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും അവരുടെ ജീവൻ നശിപ്പിക്കുവാൻ വേണ്ടി, അവളെ മോഹിക്കാൻ വേണ്ടി മോഹം കൊണ്ടിട്ടു. മോഹം ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? അവളെ മോഹിപ്പിച്ചു. എപ്പോഴും മോഹിപ്പിക്കും. ഫോൺ വിളിച്ച് മോഹിപ്പിക്കും. നീ വരുമോ? ഒരു ഐസ്ക്രീം അയച്ചു തരാം. മോഹിപ്പിക്കും. മോഹന വാഗ്ദാനം. ഐസ്ക്രീമിലാ തുടങ്ങണത്. പിന്നെ സിബപ്പിലും തീരുമില്ല. പിന്നെ ഒലക്കയിലും തീരണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോഹന വാഗ്ദാനം സാത്താന്റെ തന്ത്രങ്ങളാണ്. ഹൗവയെ വലിച്ച് ഏദൻ തോട്ടത്തിൽ നിന്ന് വലിച്ച് നിലത്തടിച്ച പിശാചിനെ മനസ്സിലാക്കണം. ഇന്ന് പല കുഞ്ഞുങ്ങളും വഴിതെറ്റുന്നുണ്ട്, കുടുംബങ്ങൾ വഴിതെറ്റുന്നുണ്ട്. ഇന്ന് വഴിതെറ്റി ദൈവഹിതമില്ലാത്ത ബന്ധത്തിലേക്ക് പോകുന്നുണ്ട്, പാപപ്രവൃത്തിയിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരി വർത്തനത്തിൻ്റെ പല 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 പാപത്തിൻ്റെ പെരുകിയിരിക്കുമ്പോൾ വിളിച്ചു പറയുന്നു അത് ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ്. ജഡത്തിൽ നിന്നുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതല്ല, അത് ദൈവത്തിൻ്റെ ആത്മല്ല, അത് സാത്താൻ്റെ തന്ത്രമാണ്. ജഡത്തിൽ ചെയ്യുന്നതല്ല ജഡത്തിലുള്ളത്, ആത്മാവിൽ ചെയ്യുന്ന ആത്മാവിലുള്ളത്. മനസ്സിലാക്കണം, പിശാച് തന്ത്രശാലിയാണ്. ജഡത്തിലെപ്പോഴും നമ്മളെ തമ്മെ തള്ളിയിടുവാൻ ഒരു പിശാച് തന്ത്രം ഒരുക്കുന്നുണ്ട്. ജഡത്തിൽ നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണ്. ഇന്നലെ വരെ സാരി ഉടുത്തു, ഇന്ന് ചുരിദാർ ഇട്ടുകൊണ്ട് പോവുകയാണ്. എന്നെ 10 വരെ ഒന്ന് കാണട്ട്. നിന്നെ 10 ഒരു കാണട്ടത്. വസ്ത്രം നിങ്ങൾ ഉടുക്കുക മാന്യമായിട്ട്. നമ്മൾ പഠിച്ചല്ലോ, കൊരിന്ത്യർ ലേഖനത്തിൽ പഠിച്ചല്ലോ. പറഞ്ഞാല് ആണിടുന്ന പെണ്ണിടണം, ആണിടണം പെണ്ണിടുന്ന പെണ്ണിടണം. വസ്ത്രത്തിൽ വരെ ബൈബിൾ എഴുതി. എങ്ങനെ നടക്കണമെന്ന് വരെ ബൈബിൾ എഴുതിച്ചിട്ടുണ്ട്. നിന്റെ തലമുടി എങ്ങനെ ആയിരിക്കണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. നീ എന്തായിരിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവചരിത്രം ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരിക്കണമെന്ന് നമ്മൾ അത് ഹിതമില്ലാത്ത രീതിയിൽ തിരഞ്ഞെടുത്താൽ, ദൈവഹിതമില്ലാത്ത ജഡത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ചെന്ന് വീഴുന്നത് മരണത്തിലാണെന്ന് ബൈബിൾ വിളിച്ചു പറയുന്നുണ്ട്. ചെന്ന് വീഴുന്നത് ജഡാഭിലാഷം മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അനുഭവത്തിലേക്ക് പോകാതെ നിത്യരക്ഷയിലേക്ക് വരുവാനാ ജഡത്തിൻ്റെ പ്രവൃത്തികൾ. 12 കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. 12 കാര്യങ്ങൾ വചനത്തിലൂടെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഒന്നുകൂടെ നമുക്ക് 19 വായിക്കാം. ഗലാത്യ ലേഖനം 5:19 നമുക്ക് വായിക്കാം. വായിച്ചേ. ജഡത്തിന്റെ പ്രവൃത്തി ഒന്നുകൂടെ വായിച്ചേ. ജഡത്തിന്റെ പ്രവൃത്തികൾ: ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, അഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കുത്ത് മുതലായവ വെളിവാകുന്നു. മുതലായവ വെളിവാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അടുത്ത ആത്മാവിൻ്റെ പ്രവൃത്തികളുണ്ട്. അത് നമ്മൾ അടുത്ത ആഴ്ച എടുക്കും. ആത്മാവിൻ്റെ പ്രവൃത്തികളുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനമുണ്ട്. അടുത്ത ആഴ്ച ചിന്തിക്കും. ഇന്നിപ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് ഊരിക്കളയാം. നമുക്ക് ജഡത്തിൽ ചെല്ല ജീവിക്കേണ്ടത് ആത്മാവിലായിരിക്കണം. 2024 ജഡത്തെ നമ്മൾ ക്രൂശിക്കണം. ജഡത്തെ വിട്ടുകൊടുക്കണം. ജഡത്തെ ആർക്ക് വിട്ടുകൊടുക്കണം? ദൈവ പ്രവൃത്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. മസിൽ പിടിക്കരുത്. ആരാധിക്കാൻ മസിൽ പിടിക്കരുത്.
ഇങ്ങനെ പിടിച്ചു നിന്നാൽ ദൈവം കുത്തിക്കരി തരും. മസിൽ പിടിക്കരുത്, ഏറ് വിട്ട് ആരാധിക്കണം. ആമേ ഹല്ലേലൂയ. ഇവിടെ ഒരു മുട്ടുസൂചി തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. ഏറ് വിട്ട് തന്നെ ആരാധിക്കണം, മസിൽ പിടിച്ച് ആരാധിക്കല്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ശരീരം ദാവീദ് ആരാധിച്ചു, ദാവീദ് ആത്മാവിൽ ആരാധിച്ചു. ദാവീദിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു, ഓ നാണമില്ലേ മനുഷ്യ, അത് രാജാവരിക്കേ. അപ്പോഴേ ദാവീദ് പറഞ്ഞു, പോടി, നിന്റെ അപ്പനല്ല എന്നെ അവിടെ കൊണ്ടുവന്നത്. പച്ചയ്ക്കാ പറഞ്ഞു, നീ പോടി, നിന്റെ അപ്പനല്ല ഈ അപ്പൻ. എൻ്റെ അപ്പൻ്റെ മുമ്പിൽ ആടും പാടും ചാടും ഓടും തുള്ളും. ഞങ്ങൾക്കൊരു നാണോ മാനോ ഇല്ല. ഞങ്ങൾ ഡയമേടിക്ക് തലവത്തിയ ഉരുളും. കാരണം നിന്റെ അപ്പനല്ല, എൻ്റെ അപ്പൻ വലിയവനാ. ഭാര്യ ഭർത്താവിന് രാജാവെ കളിയാക്കി. ദൈവം കൊടുത്ത പണി എന്താണ്? അവളെ ഗർഭത്തെ അടച്ചു. ഒരു കുഞ്ഞിക്കാല് കിട്ടിയില്ല. കളിച്ചത് ദൈവത്തോടാ. ആത്മാവിന് സത്യത്തിൽ നൃത്തം ചെയ്ത് ആരാധിച്ചോ. അല്പസമയം ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് ജഡത്തെ വിട്ടൊന്ന് വിട്ടുപിടിക്കുമെങ്കിൽ അല്പസമയം 2 മിനിറ്റ് പ്രാർത്ഥിച്ച് ഒന്ന് നമുക്ക് വിടുതലെടുക്കാം. ജഡത്തെ ഒന്ന് വിട്ടുകൊടുക്കാം, ആത്മാവിന് വിട്ടുകൊടുക്കാം, ഒന്ന് നൃത്തം ചെയ്ത് ആമേ നമുക്കൊന്ന് ആരാധിക്കാം. ഓ എല്ലാവരും വിട്ടുകൊടുത്ത് ശരീരത്തിന്റെ മേൽ വിടുതലെടുത്താട്ടെ. ആരാധിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും, രോഗങ്ങൾ മാറും, പാപങ്ങൾ അഴിയും. ഓ ഓ ഓ ഓ സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. യെസ് യെസ്, എല്ലാവരും ചാടി ആരാധിച്ചോ. ഒരു വിടുതൽ കൊണ്ടേ പോകാവൂ. കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, നിന്റെ ശരീരത്തിന്റെ മേൽ, ശരീരത്തിന്റെ മേൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ എല്ലാവരും കരമടിച്ച് ഒരു വിടുതലെടുത്തോ. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ആമേൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ. എല്ലാവരും ശക്തിയോടെ ആരാധിച്ചോട്ടെ, ശക്തിയോടെ ശക്തിയോടെ. ഓ ശക്തിയോടെ. അഗ്നിനാവായി പതിയണമേ, ഓ കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീരന്മേൽ ഇറങ്ങണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഒരു അഭിഷേകം വന്ന് വരിക. നിന്റെ തലമേൽ ഒരു അഭിഷേകം വന്ന് വരിക. ഓ ഓ ഓ ഒരു തീ വന്ന് വരിക. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നിന്നെ ഞാൻ മാനിക്കുന്ന രീതിയിൽ ദൈവ പ്രവർത്തിന്റെ മേൽ വെളിപ്പെടും. അനേകരെ വിടുവിക്കത്തക്കവണ്ണം ഒരു അത്ഭുതത്തിന്റെ വിടുതലിന്റെ മേൽ വ്യാപരിക്കും. അടുത്ത തലത്തിലേക്ക് പിടിച്ചോ പിടിച്ചോ. കൊട്ടാരത്തിൽ
Praise the Lord. എല്ലാവരും ആ സ്ഥാനത്ത് നിന്നാട്ടെ. ഒരു നിമിഷം കണ്ടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നീ വചനം ഇവിടെ സംസാരിക്കുവാൻ അടിയന് കൃപ തന്നതിനായി സ്തോത്രം. ഈ വചനം തന്നിലൂടെ അനേകർക്കിന്ന് ആശ്വാസമായി തീരുവാനും ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് ആത്മാവിൻ്റെ ഫലം കായ്ക്കത്തക്കവണ്ണം ദൈവം കൊണ്ടുവരണം. ഒരാത്മാവ് പോലും നഷ്ടപ്പെടരുത്. അപ്പൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാതെ വരുത്തരുത്. ജഡത്തെ ക്രൂശിച്ച് ജഡത്തെ ബന്ധിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തെ അടിമയാക്കി വെച്ചിരിക്കുന്നു, ക്രൂശ് അടിമയാക്കി വെച്ചിരിക്കുന്നു. ഞാനോ ചെറുതാവട്ടെ, അങ്ങോ വളരട്ടെ. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ശരീരങ്ങളെ കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ അടുത്ത സെഷനിലേക്ക് ഇവര് ദൈവ പൈതലായി നിന്റെ ശരീരത്തിൽ ഒരു രോഗത്തിന് അവകാശം പറയാതെ, നിന്റെ ശരീരത്തിന് ഒരു രോഗവും അവകാശം പറയാതെ, ഒരു പാപത്തിന് അവകാശം പറയാതെ, ഒരു ശുദ്ധീകരണത്തിലൂടെ, ഒരു വിടുതലോടെ, സൗഖ്യത്തോടെ അരിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നല്ല മക്കളായി ആത്മാവിൻ്റെ ഫലമുള്ളവരായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഫലമുള്ളവരായി തീരുവാൻ ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ ക്രൂശിക്കുന്നു, ആത്മാവിൽ നമ്മൾ കാണത്തക്കവണ്ണം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരെയും ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, സ്തോത്രം.